പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ ഞാൻ മക്കളെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. നിങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ യാത്രയെ ആശീർവദിക്കുന്നു. നിങ്ങളുടെ സംസാരങ്ങളെ ആശീർവദിക്കുന്നു. നിങ്ങൾ എഴുതി കൊടുക്കുന്ന വിഷയങ്ങളെ ആശീർവദിക്കുന്നു. നിങ്ങൾ വഹിച്ചുകൊണ്ട് പോകുന്ന മൊബൈല്, അതിലൂടെ നിങ്ങൾ സംസാരിക്കാൻ പോകുന്നത്, നിങ്ങൾ കേൾക്കുന്ന സംസാരങ്ങൾ, കൊടുക്കേണ്ട മറുപടികൾ എല്ലാം ആശീർവദിക്കുന്നു. നിങ്ങൾ കൈമാറുന്ന രേഖകൾ, വാങ്ങിക്കുന്ന രേഖകൾ, കാത്തിരിക്കുന്ന രേഖകൾ, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഡേറ്റുകൾ കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. നീ കടന്നു പോകുന്ന വാഹനങ്ങൾ, സഞ്ചരിക്കുന്ന വാഹനങ്ങൾ, പ്രൈവറ്റായാലും പബ്ലിക്കായാലും, നീ തിരിച്ച് വീട്ടിലെത്തുന്നവരെ ഒരു അപകടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നിൻ്റെ യാത്രകളെ ആശീർവദിക്കുന്നു. ദൈവവേദലെ, നീ വിഷമിക്കുന്ന വിഷയങ്ങൾ, സങ്കടപ്പെടുന്ന കാര്യങ്ങൾ, ഏത് വിഷയത്തിന് വേണ്ടിയാണ് നീ വേദനിക്കണത്, അതെല്ലാം മാതാവ് ഏറ്റെടുക്കുന്നതിന് വേണ്ടി 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസന അൾത്താരെ
ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്താൽ നിന്റെ കണ്ണീനിരകളെ ഏറ്റെടുക്കുകയും നിന്നെ ആശ്വസിപ്പിക്കുകയും സാക്ഷ്യം പറയാൻ നിന്നെ ബലിഷ്ഠമാക്കുകയും ചെയ്യട്ടെ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവിനും നീക്കാമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ദിവസങ്ങളിൽ ഇവനാരാണ്, കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നല്ലേ. അപ്പോൾ ക്രിസ്തുവിനെ കുറിച്ചുള്ള അനുഭവങ്ങളിലേക്ക് അനുഭവങ്ങളുടെ അറിവുണ്ടാകാൻ വേണ്ടി ക്രിസ്തു തന്നെ നമ്മളെ നിർബന്ധിച്ച് ഇരുട്ടുകടലിലേക്ക് തള്ളിവിടുന്നത് നമ്മൾ കണ്ട്. പിന്നെ ഇന്നലെ നമ്മൾ കണ്ടത് നമ്മുടെ ചുറ്റുമുള്ള ജനങ്ങളെ ക്രിസ്തുവിനെക്കുറിച്ച് എന്ത് പറയുന്നു, ഞാൻ ആരാണെന്ന് ജനങ്ങൾ പറയുന്നത്. അപ്പം ജനങ്ങൾ പറഞ്ഞാലും ഇന്നലെ 10 ദിവസത്തിൻ്റെ 2 10 ദിവസം 3 പറഞ്ഞില്ലേ, എന്താ പറഞ്ഞത്? ക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവിൽ നീ മരണം വരെ വളരണമെന്ന്. ജനങ്ങളങ്ങനെ പലതും പറയും, പക്ഷെ നിനക്ക് കൃത്യമായ അറിവിൽ ബോധ്യവും ഉണ്ടാകണം. അറിവ് ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കുമെന്നാണ് 10 ദിവസത്തിൻ്റെ വചനത്തിൽ നമുക്ക് ഇന്നലെ മനസ്സിലായത്. ഇന്നിപ്പോൾ പറയണത് നേരെ ചോദ്യം നമ്മുടെ മുഖത്തേക്ക് വരിക. എന്താ പറയണത്? മത്തായി 16:15 അവൻ അവരോട് ചോദിച്ചു, എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? ഇത് നമ്മൾ മരണം വരെ ഓരോ ദിവസവും ഇന്നലെ കണ്ടതുപോലെ, അതായത് ഞാൻ അപ്പൊ 10 ദിവസം ഒരു ഉത്തരം പറയും, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. അപ്പൊ 10 ദിവസം പറഞ്ഞത് നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. പക്ഷെ അത് 10 ദിവസത്തിൻ്റെതായിട്ട് ഈശോ അത് അംഗീകരിക്കണില്ല. ഈശോ പറയണ്ട, എന്റെ പിതാവാണ് നിനക്ക് ഇത് വെളിപ്പെടുത്തി. അതാണ് 10 ദിവസത്തിന്റെ ആടെ ഈശോ അത് അംഗീകരിക്കണില്ല. ഈശോ പറഞ്ഞ എന്താണ്? ഇപ്പൊ നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണെന്നൊക്കെ പറയുമ്പോഴും 10 ദിവസം പറയും അത് വെളിപാടാണ്, എനിക്ക് നീയാണ് ഈ അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ അധികാര സ്ഥാനം തരേണ്ട ആളെന്ന് എനിക്ക് മനസ്സിലായി. അത് ഈശോയ്ക്ക് ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. 12 അണ്ണന്മാരുണ്ടല്ലോ, 12 അണ്ണന്മാർ വന്നിട്ട് ഇവരിൽ സീനിയർ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അന്ത്രയോസിനാണ് താക്കോൽ കൊടുക്കേണ്ടത്. അന്ത്രയോസാണ് ആദ്യം വന്ന കക്ഷി. അന്ത്രോസ് പോയി 10 ദിവസം വിളിച്ചോണ്ട് വരികയാണ്. 10 ദിവസം വിളിച്ചോണ്ട് വന്നതിന് ഇപ്പൊ താക്കോൽ കൊടുക്കേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ്. അതെന്തും ആയിക്കോട്ടെ. പക്ഷേ വിദ്യാഭ്യാസവും കുറച്ച് വിവരം കൊണ്ടൊക്കെ ഉള്ളത് യോഹന്നാനെയാണ്. അടിപൊളി സുവിശേഷമില്ല, കണ്ടില്ലേ? 2000 കൊല്ലം കഴിഞ്ഞിട്ടും വായിച്ചിട്ട് പിന്നെയും ആഴങ്ങളിലേക്ക് പോവുകയാണ് യോഹന്നാൻ. അപ്പം അറിവ് ഇപ്പം ഇന്നത്തെ രീതിയാണെങ്കിലൊക്കെ അറിവ് നോക്കാനാണെങ്കിൽ യോഹന്നാനെയാണ് ശരിക്കും പറഞ്ഞാൽ താക്കോൽസ്ഥാനം കൊടുക്കേണ്ടത്. പക്ഷെ ഈശോ പറഞ്ഞ് താക്കോൽ സ്ഥാനം തരേണ്ടത് അധികാരം അപ്പനാണ് തീരുമാനിക്കണമെന്ന് പറഞ്ഞു. അത് ഈശോയുടെ ഒരു നിലപാടാണത്. ഞാനല്ല, നിനക്ക് പണ്ട് സബദി പുത്രന്മാരോടും പറയുമ്പോൾ എന്താ പറയണത്? ഞാനല്ല, എൻ്റെ ഇടത്തോ വലത്തോ ഇരിക്കുന്നത് ആരാണെന്ന് തീരുമാനിക്കുന്നത് അപ്പനാണെന്ന് പറയും, പിതാവായ ദൈവമാണെന്ന് പറയും. അത് തന്നെ ഇപ്പോഴും പറഞ്ഞിരിക്കണത്. അപ്പയോട് ചോദിക്കണേ, അപ്പ ഇതിൽ ആരാണ് 12 പേരിൽ ഒന്നാമൻ ആരാണെന്ന് ചോദിക്കും. എന്താണ് അതറിയാൻ വേണ്ടിയാണ് ഈശോ ചോദ്യം എടുത്തത്. അതായത് അധികാരം വരണത് ഈശോയെക്കുറിച്ചുള്ള അറിവിലൂടെയാണ് വരണത്. പക്ഷെ ഈ അറിവെന്ന് പറയണത് പുസ്തകം വായിച്ച ഗവേഷണം നടത്തുന്ന അറിവല്ല. അഭിഷേക വിധി പ്രകാരമുള്ള അറിവുണ്ട്. പുസ്തകം വായിക്കുന്നതും ഗവേഷണം നടത്തുന്ന അറിവ് തന്നെയാണത്, ബേസ്മെൻ്റാണ്. പക്ഷെ അതുകൊണ്ട് കൊടുക്കാൻ പറ്റത്തില്ല, വായിച്ചാൽ മനസ്സിലാക്കിയിരിക്കാന്നേ ഉള്ളൂ. മറ്റേ അഭിഷേക വിധി പ്രകാരം അറിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ഈ ചൂട് പൊട്ടറ്റോ കിട്ടിയ പോലെയാണ്. അത് കൈ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല, അവൻ അപ്പത്തിന് ആർക്കും കൊടുക്കും. അതുപോലെ കൈമാറ്റം ചെയ്യും. അതാണ് ഈ ലൈബ്രറി നോളജിൻ്റെ പ്രശ്നം. കൈമാറ്റം ചെയ്യാൻ പാടായിരിക്കും. അവനത് ആർജിച്ചെടുക്കണതല്ലേ. മറ്റത് പിതാവ് നൽകണതാണ്. പിതാവ് നൽകുന്നത് കാണുമ്പോൾ അത് അഭിഷേക വിധി പ്രകാരമാണ്. അത് കൈമാറ്റം ചെയ്യാൻ പറ്റും. കൈമാറ്റം ചെയ്യാൻ വേണ്ടിയാണ് കൊടുക്കുന്നത്. അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു അറിവുണ്ട്. നമ്മുടെ ലോകത്തിൻ്റെ ജ്ഞാനമാർഗങ്ങളിലൂടെ അറിവ് സമ്പാദിക്കുമ്പോഴും ഈ അഭിഷേക അറിവിന് വേണ്ടി തീഷ്ണമായിട്ട് പ്രാർത്ഥിക്കണം. അതായത് ക്രിസ്തു എല്ലാവർക്കും എല്ലാമാണെന്ന് പറഞ്ഞൊരു വചനമുണ്ട്.
അപ്പൊ ക്രിസ്തു എല്ലാവർക്കും എല്ലാമാണ്. കൊളോസ്യസ് 3:11. ഇവിടെ ഗ്രീക്കുകാരനെന്നോ യഹൂദനെന്നോ പരിച്ഛേദനെന്നോ അപരിച്ഛേദനെന്നോ അപരിഷ്കൃതനെന്നോ സിഥിയനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ വ്യത്യാസമില്ല. പിന്നെയോ ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ്. ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്തുവിൽ ഒരു മനുഷ്യന് ആവശ്യമായ എല്ലാം ഉണ്ട്. പിന്നെ എന്താണ്, എല്ലാത്തരം മനുഷ്യരും ക്രിസ്തു സംരംഭനാണെന്നുള്ളതാണ്. അപ്രോച്ചബിളാണ്, അപ്രിഹെൻഡഡ് ആണ്. അപ്പം ക്രിസ്തുവിനെ കുറിച്ചുള്ള ഈ പ്രാതിഭാസിക ജ്ഞാനമില്ലേ, അതിൻ്റെ ആ പ്രക്രിയകളോട് തന്നെ ഇങ്ങനെ ഗ്രോത്ത് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഓരോരുത്തർക്കും ഉള്ള അവരുടെ കപ്പാസിറ്റി അനുസരിച്ചാണ്, കഴിവനുസരിച്ചാണ്. അവിടെ നിന്ന് ഓരോരുത്തർക്കും തൻ്റെ കഴിവനുസരിച്ചെന്നല്ലേ കർത്താവ് പറയണം. മത്തായി 25:15 അവൻ ഓരോരുത്തന്റെയും കഴിവനുസരിച്ച് ഒരുവന് 5 താലന്തും മറ്റൊരുവന് 2 വേറൊരുവന് 1 കൊടുത്ത ശേഷം യാത്ര പുറപ്പെട്ടു. അപ്പൊ ഈ നമുക്ക് ദൈവം നൽകുന്ന മോഡ് ഓഫ് ഗിവിങ് അങ്ങനെയാണ്. ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് ഇതുപോലെയാണ്. അവനവൻ്റെ കഴിവനുസരിച്ചാണ്. അവൻ്റെ കഴിവെന്ന് പറഞ്ഞാൽ എന്താണ്? അവനവൻ്റെ ദൈവസ്നേഹം, അവനവൻ്റെ വിശ്വാസം, അവനവൻ്റെ പ്രത്യാശ, അവനവൻ്റെ സാക്ഷ്യ ജീവിതം, അവനവൻ്റെ കൈമാറ്റം, പ്രവേഗം. കർത്താവിന് കൈമാറണം എന്നുള്ള പ്രവേഗമുള്ളവനാണ്, അതിൻ്റെ ആണ് കഴിവെന്ന് പറയുന്നത്. അതനുസരിച്ച് അവൻ കർത്താവിന് അഭിഷേകം കിട്ടിക്കൊണ്ടിരിക്കും. അപ്പം ഞാനാരാണെന്നാണ് നിങ്ങൾ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾക്ക് ഇന്ന് പറയണതായിരിക്കും നാളെ പറയണത്. ഇന്ന് ക്രിസ്തുവിനെ കുറിച്ചൊന്നും അനുഭവം ആയിരിക്കത്തില്ല അടുത്ത കൊല്ലം ഈ നാളിലുള്ള അനുഭവം. നിന്റെ അനുഭവങ്ങൾ ഒന്ന് തന്നെയാണെങ്കിൽ നീ ഒരു പോക്കീസ്, സംശയമില്ല. ദൈവം പഠിപ്പിക്കാത്ത വ്യക്തി ശമയോൻ മാംസമോ രക്തമോ അല്ല, എൻ്റെ സുഖസ്ഥനായ പിതാവാണെന്ന് എന്നെ വെളിപ്പെടുത്തിയെന്ന് പറഞ്ഞില്ലേ? അപ്പോഴ് ശമയോനോടത് പറഞ്ഞെങ്കിലേ അവൻ്റെ അറിവിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് പറയണത്. അത് കാലത്തിനൊപ്പം കർത്താവിനെ കുറിച്ചുള്ള അറിവ് അനുഭവം വളർന്നുകൊണ്ടേയിരിക്കണം. അതാണ് അധികാരത്തിലേക്ക് പോണത്. അധികാരമായി കഴിഞ്ഞാൽ നമ്മളതിലെ അനുഗ്രഹം, മനുഷ്യന് ക്രിസ്തു അനുഭവം എന്ന് പറഞ്ഞാൽ ആദ്യ ലെവൽ എന്താണ്? അനുഗ്രഹം. പിന്നെന്താണ്? അഭിഷേകം. അഭിഷേകം കഴിഞ്ഞ അധികാരം. അപ്പം അറിവാണ് ഈ അധികാരം ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്ത് അധികാരമാണെന്ന് അറിയാമോ? ആത്മാവിൽ അധികാരമാണ്. ഇപ്പം ചെറിയ പറയത്തില്ലേ, ഇപ്പം ഞാൻ ഒരിക്കൽ ഒരു മനുഷ്യനോട് പറഞ്ഞ്, അയാൾ അറബി ഡിസ്മിസ് ചെയ്ത് അയാളുടെ ഓഫീസിൽ നിന്ന് വിസയും കട്ടാക്കി കളഞ്ഞു. അപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് നിൽക്കിയിരുന്നു. ഇയാളെ വന്ന് ഈ സങ്കടം പറയുമ്പോൾ ഞാൻ അമ്മയുടെ രൂപത്തിൽ ഇങ്ങനെ തൊട്ടും പറഞ്ഞ്, ഞാനിവനെ കയറ്റി വിടുകയാണെന്ന് പറഞ്ഞു. കാര്യം എന്താണ്? ഇവന് ജീവിക്കാൻ മാർഗമില്ല. ഇവൻ്റെ വിസ എക്സ്പയർ അല്ല, അത് കട്ട് ചെയ്തിരിക്കണതാണ്. അവൻ 19,000 രൂപയെ മറ്റേ മുടക്കി, കാശില്ലാത്ത കാശ് മുടക്കി അവൻ പോയി. അവന് ജോർദാനിൽ ജോലി കിട്ടി. ഈ കമ്പനിയിൽ നിന്ന് വേറൊരു കമ്പനി അവിടെ അറബിയിൽ ജോലി ചെയ്തതിന് ശേഷം വേറെ ഒരു ഫാക്ടറി ജോലി ചെയ്തു. എന്നിട്ട് അവിടെ നിന്നിട്ട് വിസ ഒപ്പിച്ചു. അപ്പോൾ എന്താ വെച്ചാൽ അത് ഏത് സമയത്തും പിടിക്കപ്പെടാം. പക്ഷേ ആ ഒരു മനുഷ്യന് വേണ്ടി ആ സമയത്ത് അധികാരത്തോടെ പറയാൻ കഴിയണത് നമ്മൾ കുറേ നാളിങ്ങനെ ദൈവത്തെ ജീവിച്ചു വരുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചേർത്തല ഞാനത് പറഞ്ഞിട്ടുണ്ടെന്നാണ്, ഒരു അബോർഷൻ ചെയ്യാൻ വേണ്ടി ഒരു മോള് നിൽക്കണത് കഥ ഞാൻ പറഞ്ഞില്ലേ, ദിവസങ്ങൾ ധ്യാനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രേക്ഷിതയാണ് പറഞ്ഞത്, എന്ത് പറ്റും മോളെ ഇവിടെ നിൽക്കാൻ കാര്യം? അപ്പോൾ അവൾ പമ്മി, അവൾ അബോർഷന് വേണ്ടി വന്ന് നിൽക്കുകയാണ്. അപ്പോൾ കാര്യം മനസ്സിലായപ്പോൾ പ്രേക്ഷിത പറഞ്ഞ്, കാര്യം 2 വീട്ടിലും, ഭർത്താവിൻ്റെ വീട്ടിലും അവളുടെ വീട്ടിലും വേറെ
അവളുടെ വീട്ടിൽ പ്രസവം രണ്ടാമത്തെ കുഞ്ഞിനാണ് ഇതിപ്പോൾ ഗർഭം ധരിച്ചിരിക്കുന്നത്. ആദ്യ കുഞ്ഞിനെ കഴിഞ്ഞിട്ട് എൻ്റെ കടങ്ങൾ കഴിഞ്ഞിട്ടില്ല. വീണ്ടും അമ്മ മാത്രമേ ഉള്ളൂ അവിടെ. അമ്മ വേല എടുത്തിട്ട് പിന്നെ രണ്ടാമതൊക്കെ അമ്മക്ക് ഭയങ്കര അമ്മ അത് വിഷമം പറഞ്ഞു. അവളുടെ ഭർത്താവിൻ്റെ വീട്ടിൽ പെങ്ങ പ്രസവിക്കാൻ അമ്മ നിൽക്കണം, അവിടെയും പറ്റത്തില്ല. അപ്പം രണ്ടുപേരും വീട്ടുകാർ കൈ ഒഴിഞ്ഞ കാരണം അവൾ അബോർഷൻ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുക. അപ്പോഴാണ് ഒരു പ്രേക്ഷിത കണ്ടുപിടിക്കണം അവളുടെ പരിഗണന കണ്ടപ്പോൾ നീ എന്തിനാ വന്നതെന്ന് ചോദിച്ചു. ഒരു പരിചയമില്ല, വിലകാരെ ചോദിച്ചതാണ്. അതാണ് അധികാരം എന്ന് പറയണത്. പറഞ്ഞ് ഇതാണ് അവസ്ഥ, നീ എൻ്റെ കൂടെ പോര്. ആ പ്രസവത്തിൻ്റെ കാര്യം ഞാൻ ഏറ്റത്, പക്ഷെ കുഞ്ഞിനെ കൊല്ലാൻ പറ്റത്തില്ല. കാര്യം മരണം വരെ നീ അതിന് സമാനം പറയേണ്ടി വരും ദൈവത്തോട്. പക്ഷെ കുഞ്ഞിനെ കിട്ടാൻ വേണ്ടി 46 കൊല്ലമൊക്കെ കണ്ണീരോടെ ആൾക്കാർ നടക്കണ കാണുന്നില്ലേ? ഇനി ഒരു കുഞ്ഞിനെ കിട്ടുന്നത് എന്താ ഉറപ്പ്? ഈ ഇരിക്കണ കുഞ്ഞ് നിനക്കിപ്പോൾ ഉള്ള കുഞ്ഞ് ജീവിച്ചിരിക്കുന്നത് എന്താ ഉറപ്പ്? ഇങ്ങനെ പള്ളാന്ന് കുറേ ചോദ്യങ്ങൾ ചോദിച്ച് അവൾക്ക് ധൈര്യവും കൊടുത്ത് ശക്തിയും കൊടുത്ത് അവളെ കൊണ്ടുപോയി. അധികാരം എന്ന് പറയുന്നത് അറിവ് ക്രിസ്തുവിനെ കുറിച്ചുള്ള അനുഭവം ഞാൻ വർദ്ധിക്കുമ്പോൾ അധികാരം വർദ്ധിക്കണം. എൻ്റെ ദൈവത്തിലെ ഒരു 10-30 വയസ്സ് കഴിഞ്ഞുള്ളിൽ അധികാരം ഉണ്ടാക്കിയെടുക്കണം. അല്ലാതെ ഈ നക്കാപ്പിച്ച് അനുഗ്രഹം മേടിച്ച് തിന്നും വീർത്തും ജോലി കിട്ടി മരിച്ചു പോയിട്ട് ഒന്നും കാണിക്കാനില്ല. അത് അനുഗ്രഹത്തിൻ്റെ കാലമാണ്. രണ്ടാമത്തെ അഭിഷേകകാലം, കർത്താവിൻ്റെ അറിവ് നമുക്ക് 10 വർഷം കൊണ്ട് കിട്ടുന്നു. മൂന്നാമത്തത് അധികാരകാലം കർത്താവിന് വേണ്ടി പറന്ന് വെട്ടി പ്രവർത്തിക്കുന്ന കാലം. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഈ അൾത്താരെ കയറി നിന്ന് സാക്ഷ്യം പറയുവാൻ എന്നെ അനുഗ്രഹിച്ച അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ലതിക, കൊല്ലത്തു നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2023 ഓഗസ്റ്റ് 24-ാം തീയതിയാണ്. എൻ്റെ വീട്ടിനടുത്തുള്ള രണ്ട് കുഞ്ഞുങ്ങൾ പറഞ്ഞറിഞ്ഞാണ്, പത്രം തന്നറിഞ്ഞാണ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത്. ആ സമയത്ത് കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അങ്ങനെ അവർ പിന്നീട് ഉടമ്പടി പുതുക്കാൻ വന്ന സമയത്ത് ഞാനും വന്നു. പക്ഷേ ഉടമ്പടിയെക്കുറിച്ചൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. അവരങ്ങനെ വിശദീകരിച്ച് പറഞ്ഞു തന്നിട്ടില്ലായിരുന്നു. ഇവിടെ വന്നപ്പോഴാണ് ആൻറ്റി ഉടമ്പടി എടുക്കുന്നു എന്ന് ചോദിച്ചു. എന്താണെന്ന് അറിയത്തില്ല, ഞാനും ഉടമ്പടി എടുത്തു. പിന്നെ അച്ഛൻ്റെ ക്ലാസ് കേട്ട് കഴിഞ്ഞപ്പോൾ കുറച്ചൊക്കെ മനസ്സിലായി. ആദ്യത്തെ ഉടമ്പടിയിലൊന്നും എനിക്ക് കൂടുതലായിട്ടൊന്നും ഒന്നും ചെയ്യാൻ എനിക്ക് സാധിച്ചിരുന്നില്ല. പക്ഷേ ആദ്യത്തെ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ തൊണ്ടയിലൊരു ഗ്ലാൻഡ് വന്ന് വേദന വന്നു. അത് ഹോസ്പിറ്റലിൽ പോയി ബയോപ്സി ചെയ്തു. പക്ഷേ അതിലൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷേ എൻ്റെ വേദന എനിക്ക് കുറയുന്നില്ലായിരുന്നു. ഒരാഴ്ച ആൻറ്റിബയോട്ടിക് കഴിച്ചു. കുറേ ദിവസങ്ങളായിട്ട് എനിക്ക് വേദനയൊന്നും കുറയുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ അന്നേരം ആ ഇടയ്ക്കാണ് ഞാൻ വന്ന് ഉടമ്പടി എടുക്കുന്നത്. പക്ഷേ നിയോഗത്തിലൊന്നും അതിനെക്കുറിച്ച് ഞാൻ വച്ചിരുന്നില്ല. പക്ഷേ ഉടമ്പടി തൈലം കയ്യിൽ കിട്ടിയപ്പോൾ അന്ന് മുതൽ ഞാൻ ഉടമ്പടി തൈലം പൂശി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഒരു ദിവസം അച്ഛൻ്റെ ധ്യാനത്തിൽ അച്ഛൻ പറഞ്ഞു, തൊണ്ടയിൽ നിന്നും ചെവിയിലേക്കുള്ള വേദനയുള്ള ഒരു രോഗിയെ ഈശോ സുഖപ്പെടുത്തുന്നു എന്ന്. അപ്പോഴെനിക്ക് മനസ്സിലായി അത് എൻ്റെ കാര്യം തന്നെയാണ് പറഞ്ഞത്. ഞാൻ എല്ലാവരോടും പറയുന്നത് ഇങ്ങനെയാണ്, ഉമിനീര് ഇറക്കുമ്പോൾ എൻ്റെ തൊണ്ടയിൽ നിന്ന് ചെവിയിലോട്ട് എനിക്ക് വേദനയാണെന്ന്. അത് തന്നെയാണെന്ന് അന്ന് അച്ഛൻ പറഞ്ഞത്. അതിനുശേഷം ഇനി ആ വേദന പൂർണ്ണമായി മാറി ഇതുവരെ എനിക്ക് വന്നിട്ടില്ല. പിന്നെയുള്ള ഒരു സാക്ഷ്യം എന്ന് പറയുന്നത്, എൻ്റെ കുടുംബത്തിൽ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം അമ്മ മാതാവിൻ്റെ ഇടപെടലിൽ അതെല്ലാം എനിക്ക് പൂർണ്ണമായും വിടുവിച്ച് നൽകി. പിന്നെ എൻ്റെ മകനൊരു ആക്സിഡൻറ്റ് പറ്റി. ഞാൻ ഉടമ്പടിയിൽ ഇരുന്ന സമയത്ത് ആക്സിഡൻറ്റ് പറ്റി. അതിലും അമ്മ മാതാവ് കൂടുതൽ പരിക്കുകളൊന്നും ഇല്ലാതെ അമ്മ മാതാവ് അവനെ രക്ഷപ്പെടുത്തി. അതിലും അമ്മ മാതാവിന് 1000 നന്ദി. പിന്നെ കുടുംബത്തിലൊരു കേസ് വന്നു. അതിലും അമ്മ മാതാവ് ഒരു പ്രശ്നങ്ങളുമില്ലാതെ അതും അമ്മ മാതാവ് എനിക്ക് പൂർണ്ണമായും അതിൽ നിന്നും വിടുവിച്ച് നൽകി. പിന്നെ കുഞ്ഞുനാൾ മുതൽ എനിക്ക് പറയുമ്പോൾ എനിക്ക് അതിലെ ചിരി വരുവാണ്. പക്ഷേ എൻ്റെ കാര്യം എനിക്കറിയാം. ഒരു ദിവസം പോലും രാവിലെയും വൈകിട്ടും ചായ കുടിച്ചില്ലെങ്കിൽ എനിക്ക് ഭയങ്കര തലവേദനയാണ്. അത് പിന്നെ ചായ കുടിച്ചാലും ഒരു 2 ദിവസത്തേക്ക് ആ തലയുടെ ഭാരം എനിക്ക് മാറത്തില്ലായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്ത ആ ഇടയ്ക്ക് എനിക്ക് അവിചാരിതമായി വീട്ടിലെ സാഹചര്യത്തിൽ എനിക്ക് ആ ചായ കുടിക്കാൻ പറ്റാതെ വന്നു. അത് തുടർച്ചയായിട്ട് പറ്റാവുന്നു. പക്ഷേ എനിക്ക് ആ തലവേദന വന്നിട്ടില്ല. ഇപ്പോൾ 1.5 വർഷമായിട്ട് ഞാനിപ്പോൾ ചായ കുടിക്കുന്നില്ല. എനിക്ക് തലവേദനയില്ല, ഒന്നുമില്ല. പിന്നെ ഒരു ദിവസം എൻ്റെ കയ്യിൽ തിളച്ച വെള്ളം, അടപ്പയിൽ നിന്ന് തിളച്ച വെള്ളം എടുത്ത വഴി ഈ കയ്യിൽ ഇവിടെ മൊത്തത്തിൽ ആ തിളച്ച വെള്ളം അങ്ങ് വീണ്. അപ്പോൾ ഞാൻ കുറേ ദിവസം തുടർച്ചയായിട്ട് ഉടമ്പടി തൈലം
തേച്ച് അത് ഒരു പൊള്ളൽ പോലും വന്നില്ല എന്നുള്ളതാണ്. സാധാരണ ചെറിയ പിന്നെ ഇത് തിളച്ച വെള്ളം വീണ് കഴിഞ്ഞാൽ കുറച്ചെങ്കിലും പൊള്ളും, പക്ഷേ ഇത് ഒട്ടും പൊള്ളിയതേ ഇല്ല. 3-4 ദിവസമായിട്ട് ഉടമ്പടി തൈലം പൂശി, പിന്നെ വേദനയില്ലായിരുന്നു. അത് അങ്ങനെ ഒരു കറുത്ത നിറം വന്ന് ആ സ്കിന്നെല്ലാം പോയി. പിന്നെ എൻ്റെ ഭർത്താവും സഹോദരിയുടെ കുടുംബമായിട്ട് 10 വർഷമായിട്ട് വലിയ സഹകരണമൊന്നും ഇല്ലാതിരുന്നു. അതൊക്കെ ഞാൻ ഉടമ്പടി നിയോഗത്തിൽ വെച്ചു. അതും ഇപ്പോൾ അമ്മ മാതാവ് അതും സാധിച്ചു തന്ന് ഇപ്പം നല്ല സന്തോഷത്തിലൂടെ കുടുംബം പോകുന്നു. പിന്നെ ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഇപ്പോൾ സന്തോഷവും സമാധാനവും വീട്ടിലുണ്ട്. ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഈ സന്തോഷവും സമാധാനവും അമ്മ മാതാവ് തന്ന് അനുഗ്രഹിച്ചത്. പിന്നെ പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെന്ന് പറയുന്നത്, ഞാൻ ഇവിടുന്ന് കിട്ടുന്ന പത്രങ്ങളെല്ലാം എല്ലാവരുടെ കടകളിൽ, ഓട്ടോ സ്റ്റാൻഡിൽ, ബസ് സ്റ്റാൻഡിൽ, ഹോസ്പിറ്റലുകളിൽ എല്ലായിടവും കൊണ്ട് നടന്ന് തന്നെ എല്ലാവർക്കും കൊടുക്കും. എല്ലാ കാര്യങ്ങളും മാതാവിനെക്കുറിച്ച് പറയും, അതെല്ലാം കൊടുക്കാറുണ്ട്. പിന്നെ ഡെയിലി ബ്രെഡ് സ്ഥിരമായി കേൾക്കും, അത് ഞാൻ സ്റ്റാറ്റസ് ഇടാറുണ്ട് എല്ലാ ദിവസവും. പിന്നെ ചൊവ്വാഴ്ചത്തെ ധ്യാനങ്ങൾ സ്ഥിരമായി കേൾക്കും, അതും എന്നും ഞാൻ സ്റ്റാറ്റസ് ഇടാറുണ്ട്. പിന്നെ സാക്ഷ്യങ്ങൾ ദിവസവും ഞാൻ 3-4 സാക്ഷ്യങ്ങൾ ഏറ്റവും കുറഞ്ഞത് ഞാൻ കേട്ടിട്ട് എല്ലാവർക്കും ഫ്രണ്ട്സിനെല്ലാം ഞാൻ ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ പലർക്ക് വേണ്ടിയിട്ടും മാതാവിനോട് രോഗസൗഖ്യത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച് പലർക്കും രോഗസൗഖ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ പലരെയും ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഇന്നും എൻ്റെ ഒരു ഫ്രണ്ട് വന്ന് ഉടമ്പടി എടുക്കാൻ വന്നിട്ടുണ്ട്. പിന്നെ കാരുണ്യ പ്രവൃത്തികളെന്ന് പറയുന്നത് എന്നെക്കൊണ്ട് സാധിക്കുന്ന രീതിയിലുള്ള കാരുണ്യ പ്രവൃത്തികളൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ സമൂഹ മാധ്യമത്തിലൂടെ പലരും സഹായം അഭ്യർത്ഥിക്കുന്ന, എന്നെക്കൊണ്ട് കഴിയുന്ന പൈസ ഞാൻ അയച്ചു കൊടുക്കും. ഒന്നുകിൽ ഞാൻ അയക്കും, ഇല്ല എൻ്റെ മോനെ കൊണ്ട് ഞാൻ അയച്ചു കൊടുക്കും. പിന്നെ നമ്മുടെ മുന്നിൽ വന്ന് കൈ നീട്ടുന്ന എല്ലാവർക്കും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ സഹായങ്ങൾ ഞാൻ കൊടുക്കാറുണ്ട്. പിന്നെ അനാഥാലയങ്ങളിലും ഞങ്ങൾ സാധനങ്ങൾ വാങ്ങിക്കൊടുക്കും. പിന്നെ വീട്ടിൽ എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ അതിനും അനാഥാലയത്തിലാണ് ഫുഡ് പറഞ്ഞ് ഞങ്ങളും അവരുടെ കൂടെ പോയിരുന്ന് കഴിച്ച് അങ്ങനെയും കാരുണ്യപ്രവർത്തികൾ ചെയ്യാറുണ്ട്. എൻ്റെ കുടുംബത്തിലെ എല്ലാവരും കാരുണ്യപ്രവർത്തികൾ ചെയ്യാറുണ്ട്. ഇത്രയൊക്കെ അനുഗ്രഹങ്ങൾ നൽകിയ അമ്മ മാതാവിനും ഈശോപ്പയ്ക്കും 1000 നന്ദി പറയുന്നു. പിന്നെ ആത്മീയ ജീവിതം എന്ന് പറയുന്നത് നേരത്തെ കർത്താവിനെയൊക്കെ മാതാവിനെ അറിയാവുന്നേ ഉള്ളായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഞാൻ ഇത്രയും കൂടുതൽ കർത്താവിനെ വിളിക്കുന്നതും മാതാവിനെ വിളിക്കുന്നതും. എന്നും രാവിലത്തെ വൈകിട്ട് പ്രാർത്ഥന കൃത്യമായി ചെയ്യും, അരമണിക്കൂർ ബൈബിള് വായിക്കും, എല്ലാം കൃത്യമായി ചെയ്യുന്നുണ്ട്. ശരിക്കും ഇനിയും എൻ്റെ അമ്മ മാതാവിൻ്റെ കൂടെ തന്നെ ഇനിയും ജീവിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം. 2 വർഷത്തിൽ കൂടുതലായി ഞാൻ ഉടമ്പടി എടുത്തിട്ട് എല്ലാ 3 മാസവും കൃത്യമായിട്ട് വന്ന് ഞാൻ ഉടമ്പടി പുതുക്കാറുണ്ട്. ഇപ്പോൾ 9ാമത്തെ ഉടമ്പടി പുതുക്കി കഴിഞ്ഞു. പിന്നെ ഞാൻ അമ്മ മാതാവിനെയും ഈശോയെയും ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട്. പിന്നെ സുഗന്ധാഭിഷേകം എനിക്ക് കിട്ടിയിട്ടുണ്ട്, മഴവില്ല് കണ്ടിട്ടുണ്ട്. എല്ലാ രീതിയിലും അമ്മ മാതാവ് എൻ്റെ കൂടെയുണ്ട്. എന്ത് പ്രശ്നങ്ങൾ വന്നാലും അപ്പോഴേ ഞാൻ ഉടമ്പടി കാശ് രൂപം എടുത്ത് നെഞ്ചോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കും. അതിനെല്ലാം അപ്പോഴും തന്നെ എനിക്ക് മാതാവ് ഉത്തരം തരും. ഇനിയും അമ്മ മാതാവിൻ്റെ കൂടെ തന്നെ ജീവിക്കാൻ തന്നെയാണ് ആഗ്രഹം. അമ്മ മാതാവ് എല്ലാ അനുഗ്രഹങ്ങളും ഇനിയുള്ള എല്ലാ ഉടമ്പടി നിയോഗങ്ങളിലും മേലും അമ്മ മാതാവ് എന്നെ അനുഗ്രഹിക്കുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. എല്ലാത്തിനും 1000 നന്ദി. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ സ്തുതി. ഹല്ലേലൂയ. എന്നാൽ ദൈവം കേട്ടിരിക്കുന്നു, എൻ്റെ പ്രാർത്ഥനയുടെ സ്വരം അവിടുന്ന് ശ്രദ്ധിച്ചിരിക്കുന്നു. ദൈവം വാഴ്ത്തപ്പെടട്ടെ. അവിടുന്ന് എൻ്റെ പ്രാർത്ഥന തള്ളിക്കളഞ്ഞില്ല, അവിടുത്തെ കാരുണ്യം എന്നിൽ നിന്ന് എടുത്തു കളഞ്ഞില്ല. സങ്കീർത്തനം 66, 19, 20 വചനങ്ങളാണ്. കേട്ടിരിക്കുന്ന ഒരു ദൈവം, പ്രാർത്ഥനയുടെ സ്വരം ശ്രവിക്കുന്ന ഒരു ദൈവം, നമ്മുടെ പ്രാർത്ഥന തള്ളിക്കളയാത്ത ഒരു ദൈവം, കാരുണ്യം ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. നമ്മുടെ കൂടെയുള്ള ദൈവം, നമ്മളെ സംരക്ഷിക്കുന്ന ഒരമ്മ. ഇതാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഓരോ മക്കളും ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തുന്നത്. പലപ്പോഴും ജോലി പ്രശ്നങ്ങൾ, രോഗങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, കുടുംബ കലഹങ്ങൾ, മാനസിക സമ്മർദ്ദങ്ങൾ, ഇവയിൽ നിന്നെല്ലാം പ്രാർത്ഥിക്കുമ്പോൾ
കാര്യങ്ങൾ മാറുന്നില്ലെന്ന് തോന്നാം. പക്ഷെങ്കിൽ വചനം പറയുന്നു, ദൈവം എൻ്റെ പ്രാർത്ഥന തള്ളിക്കളയത്തില്ല. ഇന്ന് മനുഷ്യബന്ധങ്ങൾ പലപ്പോഴും വ്യവസ്ഥകളിലാണ്. വിജയമുണ്ടെങ്കിൽ സ്നേഹമുണ്ട്, പരാജയമാണെങ്കിൽ അകലമാണ്. പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹം ഏത് സാഹചര്യത്തിലാണേലും നമ്മിൽ നിന്ന് വിട്ടുമാറാത്ത അചഞ്ചലമായ ഒരു സ്നേഹമാണ്, ഒരിക്കലും മാറാത്ത ഒരു സ്നേഹം. നമ്മൾ ഏതവസ്ഥയിലായാലും, വീണാലും തളർന്നാലും നമ്മെ കാത്തുപരിപാലിക്കുന്ന ഒരു ദൈവമാണ്. ദൈവം നമ്മെ വിട്ടുപോകാത്ത ഒരു ദൈവം. അങ്ങനെയുള്ളൊരു വലിയൊരു സാക്ഷ്യമാണ് ലതിക എസ് എന്ന സഹോദരി നമ്മളോട് ഷെയർ ചെയ്തത്. ഈ മകൾ സാക്ഷ്യം പറഞ്ഞപ്പോൾ പറഞ്ഞു 9 പ്രാവശ്യം പുതുക്കിയെന്ന്. ദൈവത്തിൻ്റെ സ്നേഹത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു സഹോദരിയുടെ സാക്ഷ്യമാണിത്. 9 പ്രാവശ്യം പുതുക്കി ഉടമ്പടി ജീവിതത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു സഹോദരി. ആദ്യമായി പറഞ്ഞ സാക്ഷ്യത്തിൽ പറഞ്ഞത് തൊണ്ടയിലൊരു ഗ്ലാൻഡ് ഉണ്ടായിരുന്നു. പല ഹോസ്പിറ്റലിലും പോയി മെഡിസിൻ എടുത്തു, പക്ഷെങ്കിൽ അത് ഇമ്പ്രൂവ്മെൻ്റ് ആയില്ല, ഹീലായി, രോഗസൗഖ്യം ലഭിച്ചില്ല. പിന്നീട് ഒരിക്കൽ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ധ്യാനത്തിൻ്റെ സമയത്ത് അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, തൊണ്ടയിൽ നിന്നും ചെവിയിലേക്ക് വേദനയുള്ള ഒരു രോഗിയെ സുഖപ്പെടുത്തുമെന്ന്. തൽക്ഷണം ഈ സഹോദരി അത് വിശ്വസിച്ചു. തൊണ്ടയിൽ നിന്നും ചെവിയിലേക്കുള്ള വേദന അത് സ്വന്തമായിട്ട് തന്നെ എനിക്ക് തന്നെയാണ് ആ രോഗസൗഖ്യം ലഭിച്ചതെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിച്ചു. അന്നു മുതൽ ഇന്ന് വരെ ഈ സഹോദരിക്ക് ആ വേദന ഉണ്ടായിട്ടില്ല. നമ്മൾ ഓരോ പ്രാവശ്യം ധ്യാനം കൂടുമ്പോഴും അച്ഛൻ ഓരോ പ്രാവശ്യം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും നമുക്കറിയാം, ഈ ആലയത്തിൽ പരിശുദ്ധമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയമാണ്. ജോസഫ് അച്ഛന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഓരോ പ്രാവശ്യവും അമ്മയിലേക്കാണ് നമ്മൾ ഓരോ പ്രാർത്ഥനകളും കൊണ്ടുപോകുന്നത്. ഒരുപക്ഷെ ഈ സഹോദര കണ്ണുനീരും കണ്ട് പ്രാർത്ഥിച്ചപ്പോഴാണ് ഈശോയും അമ്മയും ഈ രോഗസൗഖ്യം ഈ മൾക്ക് നൽകിയത്. സമയചുരുക്കത്തിൻ്റെ അമ്മയാണ്. ഉടമ്പടിയിലുള്ള ഓരോ മക്കളെയും കാത്തുപരിപാലിക്കുന്ന അമ്മ. എത്ര വർഷമായാലും നിങ്ങൾ സഹിച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കാം, പക്ഷെങ്കിൽ ഉടമ്പടിയിലാവുമ്പോൾ നിങ്ങളുടെ കൂടെയുള്ള ഒരമ്മയാണ്, നമ്മളെ സംരക്ഷിക്കുന്ന ഒരമ്മയാണ്. നമ്മുടെ ഓരോ കാര്യവും ചെന്ന് പറയുന്നത് ഈശോയോടാണ്. കാനായിലെ വിവാഹ സമയത്തും അവരുടെ ആവശ്യം അവരോട് പറഞ്ഞത് പോലെ തന്നെയാണ് ഇന്നും നമ്മുടെ ആവശ്യങ്ങൾ ഓരോന്നും ഈശോയിലേക്ക് കൊണ്ടുപോകുന്നത്. പിന്നീട് പറഞ്ഞ മകൻ്റെ ഒരു സംരക്ഷണമാണ് ആക്സിഡൻ്റ് സമയത്ത്. അതും പരിശുദ്ധ അമ്മയും ഈശോയും ചേർന്ന് നിന്ന് മകനെ സ്വന്തം കരങ്ങളിൽ സംരക്ഷിച്ചതുപോലുള്ളൊരു സാക്ഷ്യമാണ്. പല പ്രാവശ്യവും ഈശോയുടെ അമ്മയുടെ സംരക്ഷണവും ഇടപെടലുകളും ഇവർക്ക് മനസ്സിലാക്കിയത് പിന്നീട് വന്ന കേസിൻ്റെ സെറ്റിൽമെൻ്റ് ആയിരുന്നു. അതും ഈശോയും അമ്മയും നല്ല രീതിയിൽ ഇടപെട്ടാണ് ആ കേസിൽ നിന്ന് റിലീസാവാനായിട്ട് സാധിച്ചത്. തിളച്ച വെള്ളം കയ്യിൽ വീണപ്പോഴും നല്ല വേദന ഉണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെയാണ് എല്ലാത്തിനും ഒരു മരുന്ന്, പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി തൈലമാണ്. ആ തൈലം തേച്ച ഉടനെ ഈ സഹോദരിക്ക് അതിൽ നിന്നും റിലീസായി. വേദന തിളച്ച വെള്ളം വീണിട്ടും അത് പെട്ടെന്ന് തന്നെ സൗഖ്യമാക്കാനായിട്ട് സാധിച്ചു. ഏറ്റവും വലിയ അനുഗ്രഹം ഉടമ്പടി ജീവിതത്തിൽ അനുദപിച്ചാൽ കൂടുതൽ അനുഗ്രഹമാണ് നമ്മുടെ കുടുംബത്തിലേക്ക് ലഭിക്കുന്നത്. അനുദപിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, കണ്ണീരോടെ പ്രാർത്ഥിക്കുമ്പോൾ ഈശോയും അമ്മയും നമ്മുടെ കൂടെ നിൽക്കുന്നതായിട്ടാണ് ഈ സഹോദരിയുടെ പറഞ്ഞ 10 വർഷമായിട്ട് സഹോദരങ്ങളുമായിട്ട് രമ്യതയിലല്ലായിരുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം ഒരു നിയോഗമായാണ് ഈ മകൾ സമർപ്പിച്ചത്, സഹോദരങ്ങളുമായിട്ട് രമ്യപ്പെടാനായിട്ട്. അതും ആ നിയോഗത്തിൽ സമർപ്പിച്ചതും ഈശോയും അമ്മയും കേൾക്കാതിരുന്നില്ല, തള്ളിക്കളഞ്ഞില്ല, എടുത്തു കളഞ്ഞില്ല. ആ നിയോഗവും ഈ സഹോദരിക്ക് സാധിച്ചു കൊടുത്തു. ഓരോ പ്രാവശ്യവും നമ്മൾ ഈശോയുടെ അമ്മയുടെ അടുത്ത് വന്ന് ഓരോ നിയോഗങ്ങൾ വെച്ച് ഓരോ പ്രാവശ്യം പുതുക്കുമ്പോഴും ഈശോയും അമ്മയും ഇത് തന്നെയാണ് പറയുന്നത്, അവിടുന്ന് നമ്മുടെ പ്രാർത്ഥന തള്ളിക്കളഞ്ഞില്ല, അവിടുത്തെ കാരുണ്യം എന്നിൽ നിന്ന് എടുത്തു കളഞ്ഞില്ല എന്നാണ് ഈ മകളുടെ സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാക്കുന്നത്. ദൈവത്തിൻ്റെ അചഞ്ചലമായ സ്നേഹവും സാഹചര്യങ്ങളോട് അനുസൃതമല്ല, മറിച്ച് നമ്മുടെ വ്യക്തിബന്ധത്തിലാണ്. വിഷയബന്ധിതമായിട്ടാണ് നമ്മൾ ഈശോയുടെ അടുക്കൽ വരുന്നത്, ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അത് വേണം ഇത് വേണം. പക്ഷെങ്കിൽ ഒരു നല്ലൊരു വ്യക്തിബന്ധത്തിലാകുമ്പോഴാണ് ഈശോയും അമ്മയും നമ്മുടെ കൂടെ ചേർന്ന് നിന്ന് വിഷയബന്ധിതമല്ലാതെ വ്യക്തിബന്ധമായ ഒരു ബന്ധം പുനഃസ്ഥാപിക്കുകയും നമ്മുടെ കൂടെ ചേർന്ന് നമ്മുടെ കാര്യത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യവും ഇടപെട്ട് ഈശോയും അമ്മയും നമ്മെ മുന്നോട്ട് നയിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. പരിശുദ്ധ അമ്മയിലൂടെ ദൈവത്തിൽ നമ്മുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കാം. ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾക്കിടയിലും നമ്മുടെ
പ്രാർത്ഥന ദൈവം കേൾക്കുന്നുവെന്ന് നമുക്ക് വിശ്വസിക്കാം. കൃപാസനം അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഈശോയുടെ അചഞ്ചലമായ സ്നേഹം നമുക്കും അനുഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ലതികയ്ക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ശുദ്ധമായ ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ എന്നെ സഹായിച്ച, ഞങ്ങളുടെ കുടുംബത്തെ സഹായിച്ച അമ്മ മാതാവിനും തിരുക്കുമാറിനും 1000 നന്ദി. എൻ്റെ പേര് നിഷ, ഇത് എൻ്റെ ഹസ്ബൻഡ് ജെയിംസ്, 2 മക്കൾ എഡ്വിൻ, മരിയ. ഇതെൻ്റെ മമ്മി മിനി. മമ്മി ഓൾറെഡി ഉടമ്പടിയിലാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് ഓൺലൈനായിട്ടാണ്. 26 ജൂൺ 2022 ഞാൻ സൗദിയിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയായിരുന്നു. അത് കഴിഞ്ഞ് റിസൈൻ ചെയ്ത് ഹസ്ബൻഡ് ബഹ്റൈനിൽ വർക്ക് ചെയ്യുന്ന സമയം ഹസ്ബൻഡിൻ്റെ അടുത്ത് വിസിറ്റിംഗ് വിസയ്ക്ക് അങ്ങനെ പോയി. അപ്പം ഒരു ജോബിന് വേണ്ടി ട്രൈ ചെയ്യുന്ന സമയത്ത് വേണം OET നോക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പം OET പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് വെറുതെ ഓൺലൈനായിട്ട് ഇങ്ങനെ യൂട്യൂബ് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഒരു ഉടമ്പടി സാക്ഷ്യം കാണുന്നു. OET ഇങ്ങനെ ഉടമ്പടി എടുത്ത് പാസ്സായി. അതിൻ്റെ ഫലമായിട്ട് ഞാനും വന്ന് ഓൺലൈൻ ഉടമ്പടി എടുക്കുകയാണ്. അങ്ങനെ എഴുതി വെച്ച് പ്രാർത്ഥിച്ചു 4 മൊഡ്യൂളിനും B ഗ്രേഡ് കിട്ടണമെന്ന്. അങ്ങനെ പക്ഷേ ഞാൻ പ്രിപ്പയർ ചെയ്യുന്നതിനേക്കായി കൂടുതൽ പ്രാർത്ഥിച്ചാണ് ഒരുങ്ങിയത്. അതിൻ്റെ ഫലമായിട്ട് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ഞാൻ 4 മൊഡ്യൂളിനും B ഗ്രേഡോട് കൂടി പാസ്സായി. എൻ്റെ എക്സാം റിസൾട്ട് കാണുമ്പോൾ തന്നെ അറിയാം, കറക്റ്റ് 350, അതായത് 4 മൊഡ്യൂളിനും B ഗ്രേഡോട് കൂടി പാസ്സായി. അത് ഈ പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ടാണെന്ന് എനിക്കും എൻ്റെ കുടുംബത്തിനും പൂർണ്ണമായ ബോധ്യമുണ്ട്. അത് കഴിഞ്ഞ് CBT എക്സാമും അതുപോലെ പാസ്സായി. അത് കഴിഞ്ഞ് ഞാനിവിടെ വന്നു. ഒക്ടോബറിൽ തീർത്ഥാടന ഉടമ്പടി എടുക്കുന്നു. അതിനു മുന്നേ ഞാൻ യു കെ ഇൻ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്യുന്നു. ഇൻ്റർവ്യൂ എല്ലാം ഈസിയാണ്, പക്ഷേ എന്തോ കാരണം കൊണ്ട്, എൻ്റേതല്ലാത്ത കാരണം കൊണ്ട് അതെല്ലാം റിജക്റ്റായി പോകുന്നു. അവർക്ക് സ്റ്റാഫിനെ വേണ്ടെന്ന് പറയുന്നു, അല്ലെങ്കിൽ എൻ്റെ എക്സ്പീരിയൻസിനനുസരിച്ചുള്ള സ്റ്റാഫിനെ വേണ്ടെന്ന് പറയുന്നു. അങ്ങനെ ഒത്തിരി വിഷമിച്ചാണ് ഇവിടെ വന്ന് ഞാൻ തീർത്ഥാടന ഉടമ്പടി എടുക്കുന്നത്. അതിൻ്റെ ഫലമായി നവംബർ 8-ാം തീയതി സ്കോട്ട്ലൻഡ്, UK-യിലെ ഏറ്റവും നല്ല സ്ഥലമാണ് സ്കോട്ട്ലൻഡ്. അവിടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഞാൻ ഉടമ്പടി കാശുരൂപം വെച്ചാണ് അറ്റൻഡ് ചെയ്യുന്നത്. അങ്ങനെ ആ ഇൻ്റർവ്യൂ ഒത്തിരി ടഫായിരുന്നു. എനിക്കൊന്നും മനസ്സിലാകുന്നില്ലായിരുന്നു അവർ ചോദിക്കുന്നത്. കാരണം അവരുടെ ഇംഗ്ലീഷ് സ്ലാങ് ഇച്ചിരി ഡിഫറെൻ്റ് ആയിരുന്നു, ഒട്ടും ക്ലിയർ അല്ലായിരുന്നു, നെറ്റിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, എനിക്ക് ഈ ഇൻ്റർവ്യൂവും പാസ്സാകുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ഒത്തിരി പ്രാർത്ഥിച്ച് ഉടമ്പടി കാശുരൂപം കയ്യിൽ എടുത്തത് കൊണ്ട് പിന്നെ മാതാവ് ഈശോയോട് സമർപ്പിച്ച് തരുവാണെങ്കിൽ തരട്ടെ എന്ന് വിചാരിച്ചങ്ങനെ പ്രാർത്ഥിച്ച് വെയിറ്റ് ചെയ്തു. ആ ഭാഗ്യം കൊണ്ട് ആ ഇൻ്റർവ്യൂ പാസ്സായി. അങ്ങനെ അതിൻ്റെ പ്രോസസ്സിങ് നടക്കുന്നു. അപ്പം ഓൾറെഡി ഞാൻ റിസൈൻ ചെയ്തിട്ട് 1 വർഷത്തോളമായി, ജോബൊന്നും ആയില്ല. വീണ്ടും പ്രോസസ്സിങ് ഡിലേ ആയാൽ ഒത്തിരി ബുദ്ധിമുട്ടാകും. അങ്ങനെ ഞാനിവിടെ വന്ന് അച്ഛൻ്റെ ഒരു ദിവസം വന്നപ്പോൾ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം നടക്കുന്ന ദിവസമായിരുന്നു. അപ്പോൾ അച്ഛനിങ്ങനെ പറയുന്നുണ്ട്, നമുക്കെന്തെങ്കിലും ഒരു പ്രോസസ്സിങ് ഡിലേ ആകുമ്പോൾ അത് ദൈവത്തോട് കൂടുതൽ അടുക്കുവാനുള്ള ഒരു പ്ലാറ്റ്ഫോമായി നമ്മളതിനെ കാണണം, ഒരു ടാപ്പിംഗ് പീരീഡായി കാണണമെന്ന്. അങ്ങനെ ഒക്ടോബറിൽ ഞാൻ ഉടമ്പടി എടുത്തു. നവംബറിൽ ഇൻ്റർവ്യൂ പാസ്സാകുന്നു. ഒരു 3 മന്ത് കറക്റ്റ് എനിക്ക് കിട്ടുന്നു. ജനുവരി 22-നാണ് ഞാൻ UK-ക്ക് പോകുന്നത്. അതായത് ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി 3 മാസം 90 ഡേയ്സ് എനിക്ക് ഏറ്റവും ഭംഗിയായി ആ ഉടമ്പടി ചെയ്തു തീർക്കാൻ സഹായിക്കുന്നു. പറ്റുന്ന ദിവസങ്ങളെല്ലാം പള്ളിയിൽ പോയി 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിച്ച് ഏറ്റവും ഒരുങ്ങി രാവിലെ എഴുന്നേറ്റ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി 1/2 മണിക്കൂറിൽ കൂടുതൽ ബൈബിൾ വായിച്ച് അങ്ങനെ ആ 90 ഡേയ്സ് ഏറ്റവും ഭംഗിയായി ഉടമ്പടി പൂർത്തീകരിക്കുവാൻ എനിക്ക് സാധിച്ചു. അങ്ങനെ തടസ്സങ്ങളൊന്നും കൂടാതെ തന്നെ അതിനിടയ്ക്ക് എനിക്കൊരു പോലീസ് ക്ലിയറൻസിൻ്റെ ഇഷ്യൂ വന്നു. കാരണം ഞാൻ പോലീസ് ക്ലിയറൻസിന് വേണ്ടി അപ്ലൈ ചെയ്തപ്പോൾ എൻ്റെ പാസ്പോർട്ടിന് എന്തോ വെള്ളം വീണ് എന്തോ പാടുണ്ട്. അപ്പോൾ ഒരിക്കലും എനിക്ക് പോലീസ് ക്ലിയറൻസ് ആ പാസ്പോർട്ട് വെച്ചിട്ട് ഇഷ്യൂ ചെയ്യാൻ പറ്റത്തില്ല എന്ന് അവിടുത്തെ ഉദ്യോഗസ്ഥൻ പറയുന്നു. പക്ഷേ ഞാൻ ഓൾറെഡി വിസ സ്റ്റാമ്പിങ്ങിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പാസ്പോർട്ട് വീണ്ടും റിന്യൂ ചെയ്യുവാണെങ്കിൽ നമ്മുടെ പ്രോസസ്സിങ് ആദ്യം തൊട്ട് സ്റ്റാർട്ടാവും. വീണ്ടും പ്രോസസ്സിങ് ഡിലേ ആകുന്നു. ഞാൻ അവിടെ ഇരുന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുന്നു. അത് കഴിഞ്ഞ് ആ ഉദ്യോഗസ്ഥൻ എന്നോട് പറയുന്നു, നിൻ്റെ ഓൺ റിസ്കിൽ എനിക്ക് എഴുതി തരണം, ഈ പാസ്പോർട്ട് വെച്ച് ഞാൻ പോലീസ് ക്ലിയറൻസ് ഇഷ്യൂ ചെയ്യാം, പക്ഷേ ഇതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം വരുവാണെങ്കിൽ നിൻ്റെ മാത്രം റിസ്കിലായിരിക്കുമെന്ന് എനിക്ക് എഴുതി തരാൻ പറയുന്നു. ഞാനങ്ങനെ എഴുതി കൊടുക്കുന്നു. പക്ഷേ ഒരു ഇഷ്യൂവും കൂടാതെ ഇമിഗ്രേഷനെല്ലാം ക്ലിയറായി ഞാൻ UK-യിൽ 22 ജനുവരി 2023 പോയി. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നെ മാതാവ് അനുഗ്രഹിച്ചു. ഇതൊന്നും എൻ്റെ കഴിവ് കൊണ്ടല്ല, ഞങ്ങളുടെ കഴിവ് കൊണ്ടല്ല, മാതാവിന് തിരുക്കുമാരിൽ നിന്ന് വാങ്ങി തന്നതാണെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അത് കഴിഞ്ഞ് UK-യിൽ ചെല്ലുന്ന ഹസ്ബൻഡും മോനും വരുന്നു. അതിനിടയ്ക്ക് ഞങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഹസ്ബൻഡ് മോനും UK-യിൽ വരുന്നതിന് മുമ്പ് തന്നെ ഹസ്ബൻഡ് നേഴ്സാണ്.
അപ്പം NCLEX അമേരിക്കൻ ലൈസൻസ് എക്സാമിന് വേണ്ടി ഒരു ആഗ്രഹത്തിന് പുറത്ത് നോക്കുന്നതാണ്. പക്ഷേ ഒത്തിരി ഒന്നും പ്രിപ്പയർ ചെയ്യുന്നില്ല. പക്ഷേ ഞങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചു, ചെറിയൊരു കോച്ചിങ് എടുത്തു, കിട്ടുമെന്നൊട്ടും പ്രതീക്ഷയില്ല. പക്ഷേ ആ സിലബസ് മാറുന്നതിന് മുമ്പ് തന്നെ എക്സാം എഴുതുന്നതുകൊണ്ട് പെട്ടെന്നൊരു എക്സാം ഡേറ്റ് എടുക്കുന്നു മഹാരാഷ്ട്രയിൽ, പൂനെയിൽ. അങ്ങനെ ഒത്തിരി പ്രിപ്പറേഷനൊന്നുമില്ല, ഒത്തിരി ഇതൊന്നുമില്ലാതെ ഞങ്ങൾ മാതാവിൽ ഈശോയിലും വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. അങ്ങനെ ഹസ്ബൻഡ് ബഹ്റൈനിൽ നിന്ന് പൂനെയിൽ വന്ന് എക്സാം എഴുതുന്നു. ആ സമയത്ത് അച്ഛൻ പറഞ്ഞ ഓർമ്മയുണ്ട്, നമ്മൾ ഒരാൾ എക്സാം പോകുമ്പോൾ, ഇപ്പോൾ അമ്മമാർ മക്കൾ എക്സാം എഴുതാൻ പോകുമ്പം ജസ്റ്റ് രാവിലെ പ്രാർത്ഥിച്ചു വിടുക, അല്ലാതെ പ്രാർത്ഥിക്കുന്ന അവർ എക്സാം എഴുതുന്ന സമയത്ത് നമ്മളും കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കണമെന്ന്. അപ്പോൾ UK ടൈം ഏകദേശം ഒരു 3-3:30 വെളുപ്പിന് ഞാൻ നമ്മുടെ പച്ചത്തിരി കത്തിച്ച് വെച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കൂടി ഹസ്ബൻഡ് എക്സാം എഴുതുന്ന സമയത്ത് ഇങ്ങനെ കൈകൾ വിരിച്ച് വെച്ച് ഹസ്ബൻഡിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അങ്ങനെ എക്സാം കഴിഞ്ഞു. ഹസ്ബൻഡ് വിളിച്ച് പറഞ്ഞു, എക്സാം ഒത്തിരി ടഫായിരുന്നു, കിട്ടുമെന്ന് തോന്നുന്നില്ല, തല പൊട്ടുന്ന വേദന, തലവേദനയാണ്, ഫോൺ വെക്കുവാന്ന് പറഞ്ഞ് വെച്ചു. ഞാനിങ്ങനെ പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരുന്നു. അപ്പോൾ ഹസ്ബൻഡാണെങ്കിൽ മരുന്ന് വാങ്ങിക്കാൻ വേണ്ടി ഒരു ഫാർമസി തപ്പി, ഗൂഗിളിൽ തപ്പി, അറിയാൻ വയ്യാത്ത സ്ഥലമാണ്. അപ്പോൾ ഒരു ഫാർമസിയുടെ പേര് കണ്ട ഗൂഗിൾ മാപ്പിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ മുന്നോട്ട് പോയി ഡയറക്ഷൻ ഇടയ്ക്ക് തെറ്റിയ പോലെ തോന്നുന്നു. പക്ഷേ എന്നിട്ടും മുന്നോട്ട് പോയി മാപ്പിൽ സെയിം വഴി തന്നെ കാണിക്കുന്നു. അവിടെ ചെന്ന് ഒരു സ്ഥലത്ത് ചെന്ന് നിന്നു. അവിടെ ഒരു ഫാർമസി ഒന്നും കാണുന്നില്ല. പക്ഷേ ഹസ്ബൻഡ് ഇങ്ങനെ നോക്കുമ്പോൾ ഉണ്ണീശോയെ കൈകളിലേന്തിയ ഒരു മാതാവിൻ്റെ രൂപമാണ് കാണുന്നത്. അപ്പം ശരിക്കും അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. അവിടെ ഒരു ആളിരിപ്പുണ്ടായിരുന്നു. അപ്പം എന്തിനാ വന്നതെന്ന് ചോദിച്ചു. പ്രാർത്ഥിക്കാനാണ് വന്നതെന്ന് പറഞ്ഞു. പക്ഷെ അന്നേരത്തെ ഒരു ഷോക്കിൽ ഫോട്ടോ ഒന്നും എടുത്തില്ല, അവിടെ ഫാർമസി ഇല്ലായിരുന്നു. അങ്ങനെ ഹസ്ബൻഡ് തിരിച്ചു വന്നു, എന്നോട് പറഞ്ഞു. അപ്പം ഒത്തിരി ടെൻഷൻ അടിച്ച്, മാതാവേ കൂടെ ഇല്ലേ, ഈ എക്സാം പാസ്സാക്കി തരുമോ എന്നോ ഒത്തിരി ടെൻഷൻ അടിച്ചിട്ടാണ് ഹസ്ബൻഡ് പോയത്. പക്ഷേ മാതാവ് കൂടെയുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയുള്ള തെളിവായിട്ടാണ് ഞങ്ങളിതിനെ കാണുന്നത്. അത് ഒരു വലിയ ഉടമ്പടി സാക്ഷ്യമാണ്. ആ എക്സാം അത്ഭുതകരമായിട്ട് NCLEX എക്സാം ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ വലിയ ഹാർഡ് വർക്കൊന്നുമില്ലാതെ പ്രാർത്ഥനയുടെ മാത്രം സഹായത്തോടു കൂടി പാസ്സായി. അതിനും അമ്മയ്ക്കും തിരുക്കുമാറിനും 1000 നന്ദി. പിന്നെ അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നു. അത് കഴിഞ്ഞ് ഹസ്ബൻഡ് മോനും UK വരുന്നു. അവിടെ വീട് കിട്ടാൻ ഭയങ്കര പ്രയാസമാണ്. ഉടമ്പടി നമ്മുടെ ഉപ്പ് ഉപയോഗിച്ചതിൻ്റെ ഫലമായി ഹോസ്പിറ്റലിനടുത്ത് തന്നെ സ്കൂള്, എല്ലാ സൗകര്യങ്ങളോടും കൂടി അടുത്ത് തന്നെ. മോൻ്റെ സ്കൂള് ജസ്റ്റ് ഓപ്പോസിറ്റാണ്. അങ്ങനെ ആ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് ആ വീട് തന്ന് അനുഗ്രഹിച്ചു. അത് കഴിഞ്ഞ് കുഞ്ഞിനാണെങ്കിൽ കണ്ടിന്യൂസ് തുമ്മലായിരുന്നു. അപ്പം ഉടമ്പടി വസ്തു ഞാനിങ്ങനെ നമ്മുടെ തൈലം തലയിൽ തൊട്ട് പ്രാർത്ഥിക്കുമെന്നും അങ്ങനെ ഉടമ്പടി ഉപ്പും കൊടുക്കുമായിരുന്നു. അങ്ങനെ തുമ്മൽ ഒരുപാട് കുറഞ്ഞു കിട്ടി, വേറെ ട്രീറ്റ്മെൻ്റ് ഒന്നും കൂടാതെ തന്നെ. അത് കഴിഞ്ഞിട്ട് ഹസ്ബൻഡ് അവിടെ വന്ന് എക്സാം എഴുതി, ഓസ്കി, IELTS, അതുപോലെ അവിടുത്തെ ഡ്രൈവിംഗ് ലൈസൻസ്, ഇതെല്ലാം പാസ്സായത് ഉടമ്പടി തൈലത്തിൻ്റെയും വിശുദ്ധ ഉപ്പിൻ്റെയും ഉപയോഗം കൊണ്ട് മാത്രമാണെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്കൊരു മോനെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞങ്ങൾ ആദ്യമായിട്ട് UK ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നത്. അതുവരെ 3 പേര് 3 സ്ഥലത്തായിരുന്നു. മോൻ നാട്ടിൽ മമ്മിയുടെ കൂടെ, ഹസ്ബൻഡ് ബഹ്റൈനിലും, ഞാൻ സൗദിയിൽ, അങ്ങനെയൊക്കെയായിരുന്നു. അപ്പോൾ UK ഞങ്ങൾ ഒരുമിച്ചെത്തി. അപ്പോൾ രണ്ടാമതൊരു കുഞ്ഞിനെ കൂടി ആഗ്രഹിച്ചു. അപ്പോൾ ഞങ്ങൾ ട്രൈ ചെയ്തു. ആദ്യത്തേത് എന്താ കാരണമെന്നറിയില്ല, ബ്ലീഡിങ് ആയി, മിസ്കാരേജ് ആയിപ്പോയി. അപ്പോൾ ഞങ്ങൾ ഒരുപാട് വിഷമിച്ചു. അത് കഴിഞ്ഞ് അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് ഡോക്ടേഴ്സ് പറഞ്ഞു വീണ്ടും 3 മാസം കഴിഞ്ഞ് വീണ്ടും ട്രൈ ചെയ്യാം. അങ്ങനെ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചു, വിശുദ്ധ തൈലം തേച്ച് പ്രാർത്ഥിക്കുന്നു. അത് കഴിഞ്ഞ് സെപ്റ്റംബർ മാസം, മാതാവിൻ്റെ ജന്മത്തിരുന്നാളിൻ്റെ മാസം, 8 നോയമ്പിൻ്റെ മാസം, 8 ദിവസവും എൻ്റെ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഞാൻ വന്ന് 8 ദിവസം മുടങ്ങാതെ വിശുദ്ധ കുർബാന സ്വീകരിച്ചു. ആ മാസം തന്നെ സെപ്റ്റംബറിൽ തന്നെ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവാണെന്ന് കാണിക്കുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ പ്രാർത്ഥന തുടർന്നുകൊണ്ടേയിരുന്നു. ഒത്തിരി കോംപ്ലിക്കേഷൻസ്, ബാക്ക് പെയിൻ ആയിട്ടും റിപ്പ് പെയിൻ ആയിട്ടും ഒക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ഡ്യൂ ഡേറ്റ് ജൂൺ 2 പറഞ്ഞിരുന്നത്. പക്ഷേ മാതാവിൻ്റെ വണക്കമാസം തന്നെ, അമ്മ തന്ന കുഞ്ഞാണെങ്കിൽ എനിക്ക് മാതാവിൻ്റെ വണക്കമാസം തന്നെ കുഞ്ഞിനെ തന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ മെയ് 18 ഒരു പെൺകുഞ്ഞിനെ തന്ന് മാതാവും തിരുക്കുമാറും ഞങ്ങളെ അനുഗ്രഹിച്ചു. അതുപോലെ UK ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്നൊന്നും അഡ്മിറ്റാകാൻ പറ്റില്ല. UK നമ്മൾക്ക് ഇപ്പം ചെറിയൊരു പെയിൻ വന്നാലോ കൺട്രാക്ഷൻ വന്നാലോ അവർ വെയിറ്റ് ചെയ്യുക, അവരെ ഒബ്സർവ് ചെയ്യാം എന്നൊക്കെ പറയുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഒത്തിരി ടെൻഷൻ അടിച്ചിട്ടാണ് UK നിന്നത്. എല്ലാവരും ഞങ്ങളോട് പറഞ്ഞു നാട്ടിൽ പോയി ഡെലിവറി ചെയ്താൽ മതി. പക്ഷേ ഞങ്ങൾ പ്രാർത്ഥിച്ച് അവിടെ തന്നെ നിന്നു. ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചായിരുന്നു. മെയ് 18 ഒരു ഞായറാഴ്ചയാണ്. അധികം തിരക്കൊന്നുമില്ലാത്ത ഒരു ദിവസം രാത്രിയിൽ ഇങ്ങനെ കൺട്രാക്ഷൻ വരുന്നു. ഹോസ്പിറ്റലിൽ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ജസ്റ്റ് പെയിൻ മെഡിസിൻ തരാം, ഹോസ്പിറ്റലിലേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ അഡ്മിറ്റ് ആകാനൊന്നുമല്ല, ജസ്റ്റ് പെയിൻ മെഡിസിന് മാത്രമായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയി. ഒരു തിരക്കുമില്ലായിരുന്നു അവിടെ.
അപ്പം അവർ പെയിൻ മെഡിസിൻ തന്നു. അപ്പോൾ കൺട്രാക്ഷൻ ചെറിയ രീതിയിലേ ഉള്ളൂ, സെർവിക്സിൻ്റെ ഡയലറ്റേഷൻ ഒന്നുമില്ല. അവർ പറഞ്ഞു വീട്ടിലേക്ക് പൊക്കോളാം, ജസ്റ്റ് ഡോക്ടർ വന്നൊന്ന് കണ്ടിട്ട് പോയാൽ മതി. ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനായി. കാരണം ഞങ്ങളുടെ വീടിൻ്റെ അവിടുന്ന് ഹോസ്പിറ്റലിലേക്ക് ഒരു ഏകദേശം അരമണിക്കൂറോളം ദൂരമുണ്ട്. അപ്പം വീട്ടിൽ ചെല്ലുമ്പോൾ എന്തെങ്കിലും സംഭവിച്ചാലോ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ വന്നാലോ പെട്ടെന്ന് നമുക്ക് എത്തുക സാധ്യമല്ല. അപ്പം ഉടമ്പടി കാശ് രൂപ എൻ്റെ കയ്യിലുണ്ട്. ഹസ്ബൻഡും കൂടെ നിന്നിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. പെട്ടെന്ന് ഫ്ലൂയിഡ് ലീക്കാവുന്നു. അവർ സെർവിക് ഡയലറ്റേഷൻ നോക്കുന്നു. ഞങ്ങൾ രാവിലെ 8:30 ഹോസ്പിറ്റലിൽ എത്തുന്നത്. 3 മണിക്കൂറിനുള്ളിൽ, അതായത് 11:30 മുന്നേ തന്നെ ഒരു കോംപ്ലിക്കേഷനും കൂടാതെ നോർമൽ ഡെലിവറിയുടെ ഒരു പെൺകുഞ്ഞിനെ തന്നെ അനുഗ്രഹിച്ചു. അത് ഏറ്റവും വലിയ അത്ഭുതമാണ്. കാരണം UK അങ്ങനെയൊന്നും ഞങ്ങൾ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ആരും പറഞ്ഞു കേട്ടിട്ടില്ല. അത്രയും വേഗത്തിലൊരു ഡെലിവറി. അവിടുത്തെ നോക്കുന്ന നഴ്സുമാരും ഞങ്ങളോട് പറഞ്ഞു ഇത് ഒന്നും അറിയാത്ത പോലെ ജസ്റ്റ് വന്നു പോകുന്ന ഒരു രീതിയായിപ്പോയി. ഒരുപാട് അനുഗ്രഹം മാതാവ് ആ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അന്ന് തന്നെ ഡിസ്ചാർജ് ആകാമെന്ന് പറഞ്ഞതാണ്. പിന്നെ ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്ത് പിറ്റേ ദിവസം രാവിലെ ഒരു കുഴപ്പവും കൂടാതെ ഞങ്ങൾ കുഞ്ഞിനെയും കൊണ്ട് ഡിസ്ചാർജായി വീട്ടിലേക്ക് വന്നു. അതിനുശേഷമാണ് എൻ്റെ പേരൻസ് UK വന്നത്. ആ സമയം ഞങ്ങൾ ഒരുപാട് ടെൻഷൻ അടിച്ച സമയമായിരുന്നു. പക്ഷേ മാതാവിൻ്റെ തിരുക്കുമാരൻ്റെ അത്ഭുതകരമായ ഒരു സംരക്ഷണ ബലം ഞങ്ങളുടെ കൂടെയുണ്ടായിരുന്നു. ഇതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സാക്ഷ്യം. ഇതുപോലെ ഒരുപാട് ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. ഇതിനെല്ലാം അമ്മ മാതാവിനും തിരുക്കുമാറിനും 1000 നന്ദി പറയുന്നു. ഞങ്ങൾ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ അവിടെ UK ചാരിറ്റി പ്രവർത്തനങ്ങൾ പൈസയായിട്ട് എല്ലാ മാസവും അങ്ങനെ കൊടുക്കാറുണ്ട്, അല്ലാതെ ഡ്രസ്സുകളായിട്ട് കൊടുക്കാറുണ്ട്, അല്ലാതെ ഉടമ്പടി സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾക്ക് പറയുന്ന ആൾക്കാരോട്, നമ്മുടെ ഫ്രണ്ട്സിനായാലും എന്തെങ്കിലും ഒരു ചെറിയ ബുദ്ധിമുട്ട് വന്നാൽ പോലും ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നത് തന്നെ പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷേ ഒരു പേര് പറഞ്ഞ വിഷയം വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങാതെ ഉടമ്പടി ജീവിതത്തിലൊക്കെ വന്നതിന് ശേഷമാണ്. ഞാനിവിടുന്ന് തീർത്ഥാടന ഉടമ്പടി 90 ദിവസം എടുത്തെങ്കിലും പിന്നീട് ഓരോ 3 മാസം കൂടുന്തോറും ഓൺലൈൻ ഉടമ്പടി കണ്ടിന്യൂസ് ആയിട്ട് പുതുക്കിക്കൊണ്ടിരിക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ കുഞ്ഞ് ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ചെറിയ ഡിലേ വന്നിട്ടുണ്ടെങ്കിലും പ്രാർത്ഥനയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പം നമ്മുടെ മത്തായി 6:33 വെച്ചിട്ട് നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, പിന്നീട് ഇതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും എന്ന ഉറച്ച ബോധ്യത്തോടു കൂടിയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഞങ്ങളുടെ കൂടെയുണ്ടെങ്കിലും അമ്മ മാതാവും തിരുക്കുമാറും ഞങ്ങളുടെ കൂടെയുണ്ടെന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടി ഞങ്ങൾ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്നു. അമ്മ മാതാവിനും തിരുക്കുമാറിനും ഒരുപാട് നന്ദി. പ്രഭാഷകൻ്റെ പുസ്തകം 17-ാം അധ്യായം 22-ാം തിരുവചനം. മനുഷ്യൻ്റെ ദാനധർമ്മത്തെ മുദ്രമോതിരത്തെ എന്ന പോലെ കർത്താവ് വിലമതിക്കുന്നു. അവൻ്റെ കാരുണ്യത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ അവിടുന്ന് കരുതുന്നു. നിഷ കോശി എന്ന ഇവരുടെ കുടുംബത്തിൻ്റെ വളരെ ശക്തമായിട്ടുള്ള ശ്രേഷ്ഠമായ ഒരു പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് ഈ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട അൾത്താരയിൽ അവർ പങ്കുവച്ചത്. അവരുടെ ആഗ്രഹങ്ങളെല്ലാം പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈശോ കാനായിലെ വിരുന്നിലെ അത്ഭുതം പോലെ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് അവരുടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ അവരുടെ എല്ലാം നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഒറ്റപ്പെടുന്ന അവസ്ഥയിലെല്ലാം സങ്കടപ്പെടുന്ന അവസ്ഥയിലെല്ലാം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ഈശോ രക്ഷകനാണെന്ന് ഏറ്റുപറയാനുള്ള വിശ്വാസ പ്രഖ്യാപനത്തിനുള്ള വലിയ ഒരു സാധ്യത നൽകിയതായിട്ടാണ് നിഷ ഇവിടെ ഏറ്റുപറഞ്ഞത്. നിഷയുടെ ഏറ്റവും വലിയ ഒരു അത്ഭുതം എന്ന് പറയുന്നത് 2 കാര്യങ്ങളായിട്ട്, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിലാണ് ഇവരുടെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. ഞങ്ങൾക്ക് യോഗ്യതകളൊന്നുമില്ല എന്നവർ ഏറ്റു പറയുമ്പോൾ പരിശുദ്ധ അമ്മ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് ഏറ്റു പറഞ്ഞപ്പോഴാണ് ആ വചനം മാംസമായത് എന്ന് നാം സുവിശേഷത്തിൽ വായിച്ചെടുക്കുന്നുണ്ട്. നിഷ പറയുന്നത് പോലെ കുഞ്ഞുണ്ടാകാനുള്ള ഒരു ആഗ്രഹം പരിശുദ്ധ അമ്മയുടെ ആ മാസത്തിൽ തന്നെ, വണക്കമാസത്തിൽ തന്നെ എനിക്കുണ്ടാകണം എന്ന ആഗ്രഹം ജൂൺ മാസത്തിലെ ഡേറ്റിന് മുൻപ് തന്നെ മെയ് മാസത്തിൽ ആ കുഞ്ഞിനെ അവർക്ക് ലഭിക്കുകയും അതുപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ NCLEX RN എക്സാം പാസ്സായതിൻ്റെ പരിശുദ്ധ അമ്മയുടെ വലിയ സാമീപ്യം അവർക്ക് ലഭിച്ചു. അങ്ങനെ അവരുടെ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളിലും പരിശുദ്ധ അമ്മയാണ് അവർക്ക് ഗ്രീൻ സിഗ്നലിട്ട് ഈശോയ്ക്ക് നൽകുന്നത്. നമ്മുടെ ഉടമ്പടി വളരെ കൃത്യമാണെങ്കിൽ നാം ഈശോയെ സ്നേഹിക്കുന്നു എന്ന് ഈശോയ്ക്ക് തോന്നുമ്പോൾ പരിശുദ്ധ അമ്മ വളരെ സന്തോഷവതിയായി സ്തോത്രഗാനം പാടുന്ന ഒരു വലിയ അനുഭവം നമുക്കുണ്ടാകുന്നത് നമ്മുടെ ഉടമ്പടി പൂർത്തിയാകുമ്പോഴാണ്. നാം ഉടമ്പടി ജീവിക്കുന്നത് നമ്മുടെ കാര്യസാധ്യതകൾക്ക് വേണ്ടി ആകരുത് എന്ന് ജോസഫ് അച്ഛൻ എപ്പോഴും നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മുടെ കാര്യസാധ്യതകൾക്ക് വേണ്ടി നാം ഉടമ്പടിയെടുത്ത് നിയോഗം വെച്ച് പ്രാർത്ഥിച്ച് അത് കഴിയുമ്പോൾ ഗുഡ് ബൈ പറയുന്നവരാകാതെ ഈശോയെ സ്നേഹിക്കുവാൻ വേണ്ടിയുള്ള ഒരു വലിയ തീരുമാനമാണ്
നാം ഉടമ്പടിയിലൂടെ കടന്നു പോകുന്നതെങ്കിൽ, ഉടമ്പടിയിലൂടെ എടുക്കുന്നതെങ്കിൽ ആ തീരുമാനത്തിലാണ് ഈശോ സന്തുഷ്ടനാകുന്നത്, ഈശോയുടെ തിരുരക്തത്തിൻ്റെ സംരക്ഷണം നമുക്ക് നൽകുന്നത്. നേർച്ച വസ്തുക്കളെല്ലാം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൻ്റെ സാമീപ്യത്തിൻ്റെ ഒരു അടയാളമാണ്. അത് നമുക്കെപ്പോഴും കൂടെ കൊണ്ടു നടക്കാം. പരിശുദ്ധ അമ്മ നമ്മോട് കൂടെ സഞ്ചരിക്കും. ഈശോയുടെ ആ വലിയ തിരുവുത്താനത്തിൻ്റെ വലിയ സംരക്ഷണവും സൗഭാഗ്യവും നമുക്കുണ്ടാകുകയും ചെയ്യും. നിഷയ്ക്കും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നല്ല ഒരു കയ്യടി നൽകിക്കൊണ്ട് ഈ സാക്ഷി നമുക്ക് സമർപ്പിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷിയായി എന്നെ എൻ്റെ കുടുംബത്തെ ഉയർത്തിയതിന് അമ്മയ്ക്കും തിരുകുമാരനും ആദ്യമേ നന്ദി പറയുന്നു. സാക്ഷ്യം പറയാൻ വൈകിയതിനും ക്ഷമ ചോദിക്കുന്നു. എൻ്റെ പേര് അനു അബ്രഹാം. ഞാൻ വരുന്നത് വയനാട്ടിൽ നിന്നാണ്. ഞാൻ ആദ്യമായി കൃപാസനത്തിൽ വരുന്നത് 2023 സെപ്റ്റംബർ 30-നാണ്. ഞാൻ 2019 തൊട്ട് എനിക്ക് കൃപാസനത്തെപ്പറ്റി അറിയാം. ഞാൻ വരാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടാണ് ഇവിടെ എത്തിയത്. പക്ഷേ എനിക്ക് ഒരു 2-3 കൊല്ലം എടുത്തു ഞാൻ ഇങ്ങോട്ട് വരാൻ. കാരണം മാതാവ് വിളിക്കാതെ ഇങ്ങോട്ട് ആർക്കും വരാൻ പറ്റില്ല. അതുതന്നെയായിരുന്നു അതിൻ്റെ റീസൺ. അങ്ങനെ ഞാൻ ബേസിക്കലി നേഴ്സാണ്. ഞാൻ 2023 എനിക്ക് ഇനി നാട്ടിൽ നിൽക്കണ്ട, ഇനി പുറത്തോട്ട് എങ്ങോട്ടെങ്കിലും നോക്കാം എന്നൊരു ഒരാഗ്രഹം വന്നു. അങ്ങനെ ഞാൻ പുറത്തോട്ട് നോക്കാനുള്ള, എനിക്ക് എന്തെടുക്കണമെന്ന് ആദ്യം അറിയില്ലായിരുന്നു. എൻ്റെ യോഗ്യതകൾ എനിക്ക് നന്നായി അറിയാം. അതിലുപരി എൻ്റെ ആ യോഗ്യതകൾ എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. OET വേണോ അതോ ഇനി സൗദി അങ്ങനെ എന്തെങ്കിലും നോക്കണോ? ഞാൻ മാതാവിനാണ് അതിൻ്റെ ഓപ്ഷൻ കൊടുത്തത്. എനിക്ക് ഒരു ഏജൻസി ത്രൂ സൗദിക്കൊരു വേക്കൻസി വന്നു. ആദ്യം ഇൻ്റർവ്യൂ ഓൺലൈനായിരുന്നു എനിക്ക് നടന്നിരുന്നത്. ഫസ്റ്റ് അന്നത്തെ ദിവസം രാവിലെ തൊട്ടേ ഞാൻ സിസ്റ്റത്തിൻ്റെ മുന്നിലായിരുന്നു. എനിക്ക് ഉച്ചയായിട്ടും എനിക്കെന്നെ വിളിച്ചില്ല. ആ സമയം ഞാൻ ജസ്റ്റ് ഒന്ന് മയങ്ങിപ്പോയി. അപ്പം ആ മയക്കത്തിൽ എന്നോട് മാതാവ് വന്ന് പറഞ്ഞു ഈ ഇൻ്റർവ്യൂ തീർന്നു എന്ന്. ഞാൻ പെട്ടെന്ന് ഞെട്ടി. എണീറ്റപ്പോൾ എൻ്റെ ഏജൻസി എന്നോട് പറഞ്ഞു നിൻ്റെ ഇൻ്റർവ്യൂ തീർന്നു. അപ്പോൾ എനിക്ക് മാതാവിൻ്റെ പ്രസൻസ് അതിനകത്ത് മനസ്സിലായി. അപ്പം അങ്ങനെയാണ് ഞാൻ ഇൻ്റർവ്യൂവിന് ശേഷമാണ് കൃപാസനത്തിലോട്ട് ആദ്യമായിട്ട് വരുന്നത്. കൃപാസനത്തിൽ വരുന്നതിൻ്റെ തലേന്ന് ഒരു അത്ഭുതം നടന്നു എൻ്റെ ജീവിതത്തിൽ. ഞാൻ 2019 തൊട്ട് ഞാൻ ബാംഗ്ലൂരിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. 3.5 കൊല്ലമായിട്ട് എൻ്റെ PF കിട്ടിയിരുന്നില്ല. എനിക്കത് വളരെ സങ്കടമുള്ളൊരു കാര്യമായിരുന്നു. PF അത്യാവശ്യം ഒരു നല്ലൊരു എമൗണ്ട് ഉണ്ടായിരുന്നു. കുറേ കാലം ഞാൻ എൻ്റെ പുറകെ നടന്നു. ഞാൻ ഇങ്ങോട്ട് വരുന്നതിൻ്റെ തലേന്ന് 2023 സെപ്റ്റംബർ 29 ഞങ്ങൾ വയനാട്ടിൽ നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞല്ലോ. ഞങ്ങൾക്ക് 4 മണിക്കാണ് അവിടുന്ന് ബസ് വരുന്നത്. കറക്റ്റ് 3:50 എൻ്റെ ഫോണിൽ ക്രെഡിറ്റായി എൻ്റെ PF. അതാണ് ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്തത് സൗദിക്ക് വരാൻ വേണ്ടിയിട്ട് എമൗണ്ട്. പിന്നെ ഇൻ്റർവ്യൂ കഴിഞ്ഞു. എനിക്ക് ലാഗായിരുന്നു ആ സമയത്ത്. 2023 സൗദിയിൽ വിസ അടിക്കുന്നില്ലായിരുന്നു. 8 മാസത്തോളം ഞാൻ അതിൻ്റെ പുറകെ നടന്നു. ഞാൻ ഒത്തിരി വിഷമിച്ചു. മാതാവിനോട് കരഞ്ഞപേക്ഷിച്ചു. ഓരോ ഡേറ്റും ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. പ്രോമെട്രിക് എക്സാം എനിക്ക് ബാംഗ്ലൂർ വെച്ചായിരുന്നു നടന്നത്. ആ സമയത്തും ഞാൻ എക്സാം ഹാളിൽ കയറിയപ്പോഴും കാശുരൂപം കൊണ്ടുപോയിരുന്നു, തൈലം ഉപയോഗിച്ചിരുന്നു, ഉപ്പ് കഴിച്ചിരുന്നു. ഓരോ ക്വസ്റ്റ്യൻസും ഞാൻ അറ്റൻഡ് ചെയ്യുമ്പോഴും ഞാൻ മാതാവിനോട് വിശ്വാസപ്രമാണം ചൊല്ലിയായിരുന്നു ഞാൻ അറ്റൻഡ് ചെയ്തിരുന്നത്. എനിക്ക് അറിയുന്ന ആൻസേഴ്സ് കുറവായിരുന്നു. പക്ഷേ എന്നിരുന്നാലും എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ ജയിക്കുമെന്ന്. കാരണം ഞാൻ എൻ്റെ മെറിറ്റിലല്ല വിശ്വസിച്ചത്. നോട്ട് മൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ഓഫ് ഗോഡ്. അങ്ങനെ റിസൾട്ട് വന്നു. ഫസ്റ്റ് അറ്റംപ്റ്റിൽ നല്ല മാർക്കോടെ ഞാൻ പാസ്സായി. എന്നിട്ടും അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ലാഗൊക്കെ വന്നിരുന്നു. 2024 ജൂൺ 11 ഞാൻ സൗദിക്ക് പോയി. പിന്നെ എനിക്ക് ഡ്യൂട്ടി സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെയാണെങ്കിലും ഞാൻ അവിടെ കാശ് രൂപ ഇട്ടിട്ടാണ് ഞാൻ പോയിരുന്നത്. തൈലം പൂശുമായിരുന്നു. ഉപ്പ് ഞാൻ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അവിടെ പ്രത്യേകിച്ച് സൗദികളാണ് വരുന്നത്. അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാൽ അതിൻ്റേതായ പണിഷ്മെൻറ്റ് നമുക്ക് കിട്ടും. ഞാൻ ക്രാഷ് കാർട്ടിൽ തൂക്കുമായിരുന്നു, ഉപ്പിടുമായിരുന്നു, തൈലം പൂശുമായിരുന്നു. എനിക്ക് കിട്ടുന്ന എല്ലാ ബെഡിലും ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. ഒരു രോഗസൗഖ്യം എന്ന് പറയുന്നത് ഞാൻ ഒരു നൈറ്റ് ഡ്യൂട്ടി ടൈമാണ്. എനിക്ക് നല്ല UTI ആയിരുന്നു. എനിക്കങ്ങനെ വരുന്നതല്ല, പെട്ടെന്ന് എനിക്ക് വന്നു. ഞാൻ എൻ്റെ അസുഖത്തിന് ഞാൻ ഒരിക്കലും ദൈവത്തോട് മാതാവിനോടോ മാതാവേ എനിക്കിത് മാറ്റിത്തരണമെന്ന് പറയാറില്ല. എൻ്റെ വിഷമങ്ങളൊക്കെ ഞാൻ കുറേയൊക്കെ സഹിക്കും. ഇതെന്നെ കൊണ്ട് പറ്റുന്നില്ല. എനിക്ക് വരുന്ന പേഷ്യൻസിനെ ഞാൻ നോക്കണമായിരുന്നു. അപ്പോൾ എനിക്കിവരെ നോക്കാൻ പറ്റുന്നില്ല. 3 അനാൾജിസിസ് ഞാൻ എടുത്തിട്ട് എൻ്റെ പെയിൻ കുറയുന്നില്ല. അപ്പോൾ ആ സമയത്ത് എനിക്കൊരു ഇച്ചിരി റെസ്റ്റിംഗ് ടൈം കിട്ടി. അപ്പോൾ ഞാൻ
ധ്യാനം കേൾക്കുമായിരുന്നു. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ ഈ ധ്യാനം തീരുന്നതിന് മുന്നേ 2 മണിക്കൂർത്തെ ഈ ധ്യാനം തീരുന്നതിന് മുന്നേ എൻ്റെ അസുഖം നീ എനിക്ക് മാറ്റിത്തരണം. ഞാൻ പൊട്ടിക്കരഞ്ഞ് ഞാൻ ഇതിന് മുന്നേ മാതാവിനോട് എൻ്റെ അസുഖം മാറ്റാൻ ഞാൻ പറഞ്ഞിട്ടില്ല. ആദ്യമായി ഞാൻ മാതാവിനോട് പറഞ്ഞു, വിത്തിൻ 15 മിനിറ്റ് കൊണ്ട് എൻ്റെ അസുഖം മാതാവ് സമ്പൂർണ്ണമായി എനിക്ക് മാറ്റിത്തന്നു. ജൂൺ 11 പോയത്. ഞങ്ങൾ ജൂൺ 10 തീയതി ഞങ്ങൾ കൃപാസനത്തിൽ വന്നിരുന്നു മാതാവിനെ കണ്ട് നന്ദി പറയാൻ, ഉടമ്പടി പുതുക്കാൻ. പക്ഷേ വൈകിയാണ് ഞങ്ങൾ വന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഉടമ്പടി എടുക്കാൻ പറ്റിയിരുന്നില്ല. ഞാനൊരു CSI കാരിയാണ്. ഞാനിപ്പോഴാണ് എൻ്റെ കല്യാണം ഈ ഇടയ്ക്കാണ് കഴിഞ്ഞത്. ഇപ്പോഴാണ് ഞാൻ കത്തോലിക്കയിലോട്ട് വന്നത്. അപ്പോൾ എനിക്ക് കൊന്ത ചൊല്ലാനൊന്നും അറിയില്ല, അതിലുപരി മടിയുമായിരുന്നു. അപ്പം സ്റ്റീഫൻ അച്ഛൻ എന്നോട് പറഞ്ഞു, സ്റ്റീഫൻ അച്ഛനെ കണ്ടിരുന്നു. അച്ഛൻ എന്നോട് പറഞ്ഞു, മാതാവ് നിന്നോട് പറയുന്നുണ്ട് കൊന്ത ചൊല്ലണമെന്ന്. അതിനുശേഷം ഒരു ദിവസം പോലും മുടക്കാതെ ഞാൻ കൊന്ത ചൊല്ലുവാൻ മാതാവ് എന്നെ സഹായിച്ചു. സമ്പൂർണ്ണ ബൈബിൾ വായിക്കാൻ മാതാവ് എന്നെ സഹായിച്ചു. മാതാവിൻ്റെ സുഗന്ധാഭിഷേകം കിട്ടിയിട്ടുണ്ട്. ആദ്യമായി കിട്ടുന്നത് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്ന ദിവസമായിരുന്നു. പിന്നീട് ഞാൻ സൗദിക്ക് പോകുന്നതിൻ്റെ തലേന്ന് ഇവിടെ വന്നിരുന്നെന്ന് പറഞ്ഞല്ലോ, അന്നാണ്. എനിക്ക് പിന്നെ കിട്ടിയത് ഇന്നാണ്. മാതാവിൻ്റെ പ്രസൻസ് എന്നും എൻ്റെ കൂടെ തന്നെ ഉണ്ട്. മാതാവ് എൻ്റെ കൂടെ, ഞാൻ മാതാവിനെ ഉപേക്ഷിച്ചാലേ ഉള്ളൂ, മാതാവ് ഒരിക്കലും എന്നെ ഉപേക്ഷിക്കില്ല എന്ന് എനിക്ക് നന്നായി അറിയാം. മാതാവിൻ്റെ പ്രസൻസും ഈശോപ്പയുടെ പ്രസൻസും എന്നും എൻ്റെ കൂടെ ഉണ്ട്. പിന്നെ ഇതെൻ്റെ ഹസ്ബൻഡാണ്. ഞങ്ങളുടെ കല്യാണം ഈ ജനുവരി 19 കഴിഞ്ഞു. ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി. പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത്, ഞാൻ പത്രം കൊടുക്കുമായിരുന്നു. വരുന്ന എൻ്റെ മുന്നിൽ നിന്ന് ചോദിക്കുന്നവർക്ക് ഞാൻ എങ്ങനെയും എൻ്റെ കയ്യിലുള്ള പൈസ എങ്ങനെയെങ്കിലും ഞാൻ ഒപ്പിച്ചു കൊടുക്കുമായിരുന്നു. ഒരുപക്ഷെ ചിലപ്പോൾ കടവായിട്ടായിരിക്കാം, ചിലപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലെങ്കിൽ പോലും ഞാൻ എൻ്റെ അവസ്ഥ ഞാൻ നോക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ കൊടുക്കാൻ ഞാൻ തയ്യാറായിരുന്നു. ഉടമ്പടി ധ്യാനം ഞാൻ എല്ലാ ആഴ്ചയും കേൾക്കാൻ, ആ ആഴ്ചവട്ടത്തിൽ തന്നെ തീർക്കാൻ ശ്രമിക്കാറുണ്ട്. ഡെയിലി ബ്രെഡ്, ജോസഫ് അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് ഞാൻ ഡെയിലി കൂടുമായിരുന്നു. ഇത്രയൊക്കെയാണ് ദൈവം തന്നത്, അമ്മ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എൻ്റെ കുടുംബത്തിൻ്റെ ഒരുപാട് നന്ദി. സങ്കീർത്തനങ്ങൾ 145, 18, 19 തിരുവചനങ്ങൾ. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. തൻ്റെ ഭക്തരുടെ ആഗ്രഹം അവിടുന്ന് സഫലമാക്കുന്നു. അവിടുന്ന് അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കുന്നു. അനു എബ്രഹാം എന്ന ഈ മകൾ തൻ്റെ ഉടമ്പടി ജീവിതാനുഭവ സാക്ഷ്യങ്ങൾ നമ്മോട് പങ്കുവെക്കുകയായിരുന്നു. ആദ്യത്തേത് മകൾക്ക് കൃപാസനത്തിലേക്ക് വരുവാനുള്ള തീഷ്ണമായ ആഗ്രഹവും അതിനുവേണ്ടി കാത്തിരുന്ന നാളുകളും ഇവിടെ എത്തിച്ചേരുന്നതിന് മുമ്പ് തന്നെ ഉടമ്പടിയെക്കുറിച്ച്, ഉടമ്പടി ധ്യാനത്തെക്കുറിച്ച്, സാക്ഷ്യത്തെക്കുറിച്ച് മകൾക്കുണ്ടായിരുന്ന അറിവുകളുമാണ്. അമ്മയെ കാണുവാൻ വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടിയാണ് മകൾ അണയുന്നത്. അതുകൊണ്ട് തന്നെ മകൾ പറയുന്നുണ്ട്, ഞാനിവിടെ അമ്മയെ കാണുവാനായി വരുന്ന ആ മണിക്കൂറുകളിൽ തന്നെ അമ്മ എൻ്റെ കരം പിടിച്ചിട്ടുണ്ട്, കൂടെയുണ്ട് എന്ന തെളിവുകൾ നൽകിയാണ് അമ്മ എന്നെ കൂട്ടിക്കൊണ്ടുവന്നത്. ഏറെ 3-3.5 വർഷമായി നിരന്തരം മകളൊരു PF വേണ്ടി ജോലി ചെയ്തെടുത്തുനിന്ന് കിട്ടുവാൻ ഏറെ പരിശ്രമിച്ച് പരാജയപ്പെട്ട് അത് ഒരു വഴിയും തെളിയാതെ നിൽക്കുമ്പോൾ, മകളിങ്ങോട്ട് 4 മണിക്ക് ബസ് കയറുവാൻ നിൽക്കുമ്പോൾ 3:50 മകളുടെ അക്കൗണ്ടിൽ ആ തുക മുഴുവനും ഒരുമിച്ച് ക്രെഡിറ്റായതാണ് അമ്മ മാതാവ് കൊടുത്ത ആദ്യത്തെ അടയാളം. അതോടൊപ്പം തന്നെ മകൾ വിദേശത്തേക്ക് പഠിക്കുവാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ പഠനത്തിൻ്റെയും വിദേശത്തേക്കുള്ള യാത്രയ്ക്കും വേണ്ടി ആ പണം മകൾക്ക് സമയത്ത് ഉപകരിച്ച് നൽകി എന്നുള്ളതാണ് അമ്മയുടെ രണ്ടാമത്തെ സംരക്ഷണം. അത് മോളുടെ അമ്മ മോളോട് പറഞ്ഞിരുന്നു, അത് നിനക്ക് പെൻഡിങ് ആകുന്നുവെങ്കിൽ അത് അമ്മ മാതാവ് ഏതോ ഒരു കാര്യത്തിന് വേണ്ടി നിനക്കത് ഒരുക്കി തരുവാനായി ക്രമീകരിക്കുന്നതാണ്. അതുപോലെ തന്നെ വിദേശ യാത്രയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ക്രമീകരിക്കുവാൻ അമ്മ മാതാവ് ആ പണം കൃത്യമായി ക്രമീകരിച്ച് യാതൊരു അല്ലലും ക്ലേശവുമില്ലാതെ അതിനുവേണ്ടി മകൾ ഒരുക്കിക്കൊടുത്തു എന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്. വിദേശത്തേക്കുള്ള യാത്രയും അവിടെ സുരക്ഷിതമായ ജോലിയും അവിടെയുള്ള പേഷ്യൻസിനോട് എന്നും എളിമയിൽ സ്നേഹത്തിൽ ശുശ്രൂഷാ മനസ്സോടുകൂടി അവർക്ക് വേണ്ടുന്നതൊക്കെ ചെയ്തു കൊടുക്കുവാൻ മകൾക്ക് കൊടുത്ത ഒരു ഹൃദയവും അത് ഉടമ്പടിയിലൂടെ മകൾക്ക് തീഷ്ണമായി നൽകിയെന്ന് മകളുടെ വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ ഓരോ രോഗിയോടും അത് അമ്മ മാതാവിൻ്റെ സംരക്ഷണയിലും ഈശോയുടെ കരങ്ങളിലേക്കും ഏൽപ്പിച്ചു കൊടുത്ത് ശുശ്രൂഷിച്ചു എന്നതിൻ്റെ അടയാളമാണ് ഓരോ ഇടത്തും ചെല്ലുമ്പോൾ മകള് ഉപ്പിട്ട് പ്രാർത്ഥിച്ചു എന്ന് പറയുന്നത്. ഉപ്പിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോ രോഗികളെയും ഒരു അപകടം കൂടാതെ ഈ രോഗി എൻ്റെ കരങ്ങളിലൂടെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുവാൻ വേണ്ടി അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തുവെന്ന് സാക്ഷ്യപ്പെടുത്തുന്നത്. പരീക്ഷയ്ക്ക് വേണ്ടി പോകുമ്പോൾ മകൾ പറയുന്നുണ്ട്,
ഞാൻ എൻ്റെ ഈശോയിൽ പൂർണ്ണമായി ശരണപ്പെട്ടുകൊണ്ട് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് എൻ്റെ കഴിവിനാലല്ല ദൈവകൃപയാൽ മാത്രം എനിക്ക് വിജയിക്കുവാനുള്ള ആഗ്രഹത്തോടു കൂടി ഞാനവയെ സമീപിക്കുകയും എൻ്റെ അറിവിനപ്പുറം, എൻ്റെ പ്രാപ്തിക്കപ്പുറം നല്ല വിജയം ആദ്യ അവസരത്തിൽ തന്നെ നൽകിക്കൊണ്ട് എൻ്റെ അമ്മ മാതാവ് എന്നെ സഹായിച്ചുവെന്ന് ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ശാരീരികമായൊരു രോഗാവസ്ഥ അത് രാത്രികാലത്ത് ഡ്യൂട്ടിക്കിടയിൽ സംഭവിക്കുമ്പോഴും മറ്റു മരുന്നോ കാര്യമോ ഒന്നും ഉപകരിക്കാതെ നിൽക്കുന്ന സമയത്തിലും അമ്മയുടെ സംരക്ഷണം തേടി മകൾ പ്രാർത്ഥിക്കുമ്പോൾ അതിനും മകൾക്ക് ലഭിക്കുന്ന സംരക്ഷണത്തെയും സൗഖ്യത്തെയും വാക്കുകളിലൂടെ അടയാളപ്പെടുത്തുന്നു, സാക്ഷ്യപ്പെടുത്തുന്നു. പ്രിയമുള്ളവരെ, അമ്മയുടെ ഉടമ്പടി നമ്മുടെ ജീവിതത്തെ എപ്പോഴും നേർവഴിയിൽ നയിക്കുന്നതാണ്, മേൽഗതിയിലേക്ക് നയിക്കുന്നതാണ്, തടസ്സങ്ങൾ നീക്കിത്തരുന്നതാണ്. ആപത്ത് സമയത്ത്, ഒരു അത്യാവശ്യ സമയത്ത് അമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ മറ്റെങ്ങും ഇല്ലാത്ത വിധം, മറ്റൊരാളും നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ട് സഹായിക്കുവാൻ പറ്റാത്ത വിധം അമ്മ തിരുക്കുമാരനോട് പറഞ്ഞ് ജീവിതത്തിൻ്റെ ആപത്സന്ധികളിൽ കൂടെ നിന്ന് സഹായിച്ച് നമുക്കതിൻ്റെ റിലീഫ്, അതിൻ്റെ സൗഖ്യവും സമാശ്വാസവും നൽകുന്നതുമാണ്. അതിൻ്റെ സാക്ഷ്യങ്ങളാണ് ഈ അൾത്താരയിൽ ഈ മകൾ അടയാളപ്പെടുത്തുന്നത്. പ്രിയമുള്ളവരെ, ഉടമ്പടി നമ്മളെ ആത്മധൈര്യമുള്ള വിശ്വാസികളാക്കുന്നു. ഉടമ്പടി ദൈവിക സംരക്ഷണത്തിൽ ജീവിക്കുവാൻ നമ്മളെ പ്രാപ്തരാക്കുന്നു. ഉടമ്പടി പാപ സാഹചര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുവാനും കൃപയിൽ വളരുവാനും നമ്മളെ നിരന്തരം പ്രചോദിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ഉടമ്പടി നമ്മോടൊപ്പം ഒരമ്മ കൂടെയുണ്ട്. ജീവിതത്തിൻ്റെ ഏതൊരു ഘട്ടത്തിലും ഏതൊരു വിഷയത്തിലും നാം മുന്നേറുമ്പോൾ കൂടെ കരുതലായി, ശക്തിയായി ഒരമ്മ കൂടെയുണ്ട്. ആ അമ്മ വിളിച്ചാൽ ഈശോ ജീവിതത്തിൽ ഇടപെടുകയും യേശുവിൻ്റെ അനുഗ്രഹങ്ങൾ അനുഭവിക്കുവാൻ നമ്മളെ സഹായിക്കുകയും ചെയ്യും എന്നൊരു വലിയ ധൈര്യം നമുക്ക് ഓരോരുത്തർക്കും കൈമാറുന്നുണ്ട്. അതാണ് ഉടമ്പടിയുടെ പ്രത്യേകത. നമുക്കൊപ്പം, ഒരുപക്ഷെ നമുക്ക് മുൻപേ അമ്മ മാതാവ് നമുക്ക് വേണ്ടതൊക്കെ ക്രമീകരിച്ച് നമ്മുടെ ജീവിതത്തെ സുരക്ഷിതമാക്കുന്നു, സൗഖ്യമുള്ളതാക്കുന്നു, സന്തോഷമുള്ളതാക്കുന്നു. ഈ മകൾക്കും കുടുംബത്തിനും ലഭിച്ച ഓരോ അനുഗ്രഹങ്ങൾക്കും അനുഭവങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ വന്ന സാക്ഷ്യം പറയാൻ എന്നെ അനുഗ്രഹിച്ച ഈശോയ്ക്കും മാതാവിനും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് വിജയമ്മ. ഞാൻ തിരുവനന്തപുരത്തു നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി കൃപാസനത്തിൽ വരുന്നത് എനിക്ക് ബസ് സ്റ്റാൻഡിൽ നിന്നപ്പോൾ ഒരു പത്രം കിട്ടി. അത് വായിച്ചപ്പോൾ എനിക്ക് കൃപാസനത്തിലോട്ട് വരണമെന്ന് ഒരാഗ്രഹം ഉണ്ടായി. അങ്ങനെ വന്നു. 2019 ഒക്ടോബർ 2-ാം തീയതി ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് ആദ്യമൊന്നും ഇതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ലായിരുന്നു. ഞാനൊരു CSI ക്രിസ്ത്യനാണ്. പിന്നീട് ഒരു പ്രാവശ്യം കൂടെ പുതുക്കി കഴിഞ്ഞപ്പോൾ കോവിഡ് വന്നു. ആ കോവിഡ് കാലഘട്ടത്തിൽ ആണ് ഞാൻ ശരിക്കും ഈ ഉടമ്പടി പ്രാർത്ഥന ആരംഭിച്ചത്. ആ സമയത്ത് എനിക്ക് ഈ ഉടമ്പടി, ഇവിടുത്തെ ധ്യാന ആരാധനകൾ, ഉടമ്പടി ആരാധനകളും സാക്ഷ്യങ്ങളും എല്ലാം ഞാൻ എപ്പോഴും കാണുകയും ഉടമ്പടി പ്രാർത്ഥനയിലായിരിക്കുകയും ചെയ്യുമായിരുന്നു. ബൈബിൾ വായിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ 2020 ഒക്ടോബർ മാസത്തിലെ ആദ്യ ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ശരീരത്തിൽ ശക്തമായ ഒരു തണുത്ത കാറ്റ് വന്നടിക്കുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു. അപ്പോൾ അച്ഛൻ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. രോഗ സൗഖ്യ പ്രാർത്ഥനയിൽ രോഗമുള്ളിടത്ത് കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ കഴുത്തിൽ ഫംഗസിൻ്റെ ഒരു രോഗമുണ്ടായിരുന്നു, ചൊറിച്ചിലും. അപ്പോൾ അതിനുവേണ്ടി ഞാൻ കഴുത്തിൽ കൈവച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എന്ത് സംഭവിച്ചുവെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷേ പിറ്റേ ദിവസം നോക്കിയപ്പോൾ എൻ്റെ രണ്ട് കാലിൽ കണ്ണിൽ നിന്ന് മുകളിലോട്ട് ഡാർക്ക് ബ്രൗൺ കളറിൽ ഇങ്ങനെ അടയാളം ഉണ്ടായിരുന്നു. അത് മുഴുവനും മാറിയതായാണ് ഞാൻ കാണുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ആരാധനയിൽ അത് മാറിക്കിട്ടിയതാണ്. അപ്പോൾ ഞാൻ വീണ്ടും മാതാവിനോട് പ്രാർത്ഥിച്ചു. മാതാവേ, കഴുത്തിൽ നല്ല ചൊറിച്ചിലുണ്ട് ഇപ്പോഴും, അത് മാറിയില്ലല്ലോ എന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. എന്നിട്ട് ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അത് എനിക്ക് മാറിക്കിട്ടി. പിന്നീട് ഞാൻ കോവിഡെല്ലാം കഴിഞ്ഞതിന് ശേഷം 2023 ജനുവരി 15-ാം തീയതി ഒരു ഉടമ്പടി എടുത്തു. പുതിയ ഉടമ്പടി എടുത്തു. ആ ഉടമ്പടി എടുത്ത ദിവസം തന്നെ എനിക്ക് പൊക്കിൽ നിന്നും താഴോട്ട് ഒരു വെയിൻ വലിയുന്ന പോലെ ശക്തമായ വേദന അനുഭവപ്പെട്ടിരുന്ന സമയമായിരുന്നു അത്. ഒരു മണിക്കൂറിൽ ഒരു 10-15 പ്രാവശ്യമെങ്കിലും ആ വേദന വരും. അങ്ങനെ ആ സമയത്താണ് ഞാൻ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്തിട്ട്
ഇവിടെ നിന്ന് ഇറങ്ങിയ ആ സമയം മുതൽ ഇതുവരെയും എനിക്ക് ആ വേദന ഉണ്ടായിട്ടില്ല. പിന്നീട് എല്ലാ ആരാധനയും ഞാൻ ചൊവ്വാഴ്ച ദിവസം തന്നെ ഞാൻ ആരാധന നടക്കുന്ന സമയത്ത് തന്നെ കാണുമായിരുന്നു. 2023 മാർച്ച് മാസത്തിൽ എനിക്ക് ഇടത് കണ്ണിൽ ശക്തമായ വേദന വന്നു. എന്താണ് വേദനയെന്നൊന്നും എനിക്കറിയില്ല, ഭയങ്കരമായ വേദനയായിരുന്നു. അപ്പോൾ ആ മാർച്ച് മാസത്തിലെ ഒരു ആരാധനയിൽ അച്ഛൻ ഇടത് കണ്ണിൽ ശക്തമായ വേദന അനുഭവപ്പെടുന്ന ഒരാളിന് ഈശോ സൗഖ്യം കൊടുക്കുന്നുവെന്ന് പ്രാർത്ഥിച്ചു. അത് എനിക്കായിരുന്നു. പിന്നീട് എനിക്ക് ആ വേദന വന്നിട്ടില്ല. അതേപോലെ എനിക്ക് അൾസറിൻ്റെ അസുഖം ഉണ്ടായിരുന്നു. ഈ ഒരു ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ രോഗസൗഖ്യ പ്രാർത്ഥനയിൽ തന്നെ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, വയറിൻ്റെ ഇടത് ഭാഗത്ത് ശക്തമായി വേദന അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിക്ക് ഈശോ ഇപ്പോൾ സുഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു. ആ സമയത്ത് ആ വേദന അനുഭവിച്ച ഭാഗത്തിൻ്റെ പുറകിലായി എനിക്ക് ശക്തമായി തണുപ്പ് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. അതിനുശേഷം എനിക്ക് ആ വേദന വന്നിട്ടില്ല. അൾസറിൻ്റെ അസുഖം പൂർണ്ണമായും സൗഖ്യമായി. അതേപോലെ ഉടമ്പടി വസ്തുക്കൾ ഞാൻ സ്ഥിരമായി ഉപയോഗിക്കും. ഉപ്പും തേനും ഉടമ്പടി തൈലവും എല്ലാം ഉപയോഗിക്കുമായിരുന്നു. അങ്ങനെ എനിക്ക് 20 വർഷത്തിലധികമായി അലർജി അസുഖം ഉണ്ടായിരുന്നു. 12 വർഷമായി ഞാൻ ഇൻഹേലർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് പൂർണ്ണമായും ഇപ്പോൾ സൗഖ്യമായി. ഇപ്പോൾ 1 വർഷത്തോളമായി ഞാൻ ഇൻഹേലർ ഉപയോഗിക്കുന്നില്ല. അതേപോലെ ചെവിയിലൊരു മുഴക്കവും വേദനയും ഉണ്ടായിരുന്നു. അത് ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആ അസുഖവും എനിക്ക് പൂർണ്ണമായും മാറിക്കിട്ടി. പിന്നെ എൻ്റെ ഭർത്താവിന് ഒരു ക്രിയേറ്റിൻ്റെ കൂടുതലായിരുന്നു. അപ്പോൾ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി ക്രിയേറ്റിൻ നോർമലായി. എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് കൃപാസനം പത്രം ഞാൻ ആശുപത്രികളിലും ഓട്ടോ സ്റ്റാൻഡിലും പള്ളികളിലും തീർത്ഥാടന പള്ളികളിലും കൊണ്ടു കൊടുക്കുമായിരുന്നു. പിന്നെ വൃദ്ധസദനങ്ങളിൽ പോയി അവർക്കാവശ്യമായ സാധനങ്ങളെല്ലാം വാങ്ങിച്ചു കൊടുക്കും. രോഗികൾക്ക് ആവശ്യമായ മരുന്ന് വാങ്ങിക്കാൻ ഉള്ള ക്യാഷൊക്കെ കൊടുക്കും. പിന്നെ പുതിയ തുണികൾ ആവശ്യമുള്ളവർക്ക് പാവപ്പെട്ടവർക്ക് തുണി വാങ്ങിച്ചു കൊടുക്കും. പിന്നെ ചർച്ചിൻ്റെ ഗ്രൂപ്പിൽ ചേർന്ന് ചർച്ചിൽ തന്നെയുള്ള രോഗികളെ കാണുവാനും പ്രാർത്ഥിക്കുവാനുമായിട്ട് പോകും. മെഡിക്കൽ കോളേജിലും RCC യിലും ഭക്ഷണം കൊണ്ടു കൊടുക്കും. അങ്ങനെ എന്നെക്കൊണ്ട് കഴിയുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും മാതാവിനും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. അവൻ എന്നെ വിളിച്ചപേക്ഷിച്ചപ്പോൾ ഞാൻ ഉത്തരമരുളും. അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. സങ്കീർത്തനം 91:15 അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമെന്നാണ് വചനം പറയുന്നത്. വിളിക്കുന്നവനോട് ഉത്തരം പറയുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. സഹായത്തിനായി ആരുമില്ല എന്ന് തോന്നുമ്പോഴാണ് പ്രാർത്ഥനയിലൂടെ ശൂന്യമായ നിമിഷത്തിൽ, എല്ലാം വ്യർത്ഥമാണെന്ന് തോന്നുന്ന നിമിഷത്തിൽ, നിരാശയിൽ നിൽക്കുമ്പോൾ വചനം പറയുന്നത് ഇങ്ങനെയാണ്: ദൈവത്തെ വിളിക്കുക, ദൈവം അവഗണിക്കത്തില്ല, കഷ്ടതയിലും നമ്മെ ഒറ്റയ്ക്ക് വിടില്ല എന്നാണ് നമ്മളോട് പറയുന്നത്. നീ ഏത് കഷ്ടതയുടെ നടുവിലായാലും, രോഗമോ ചികിത്സയോ സാമ്പത്തിക തകർച്ചയോ ബന്ധങ്ങളിലെ വേദനകളോ മാനസിക സമ്മർദ്ദമോ എന്തുമാകട്ടെ, നീ ഒറ്റയ്ക്കല്ല, നിന്നോടൊപ്പം ഞാനുണ്ട് എന്നാണ് ഈശോ നമ്മളോട് പറയുന്നത്. എപ്പോഴും കൂടെ നിൽക്കുന്ന ദൈവത്തെ അടുത്തറിഞ്ഞ ഒരു സഹോദരിയുടെ സാക്ഷ്യമാണ് നാം കേട്ടത്. വിജയമ്മ നമ്മളോട് ഷെയർ ചെയ്തതും അത് തന്നെയാണ്. ഈശോയും അമ്മയും ചേർന്ന് നിന്ന് ഉടമ്പടി ജീവിതത്തിൽ അവരുടെ സ്നേഹം അടുത്തറിഞ്ഞ ഒരു മകളുടെ സാക്ഷ്യമാണ്. ഓരോ പ്രാവശ്യവും പറയുന്നത് ഒരു രോഗസൗഖ്യത്തിൻ്റെ ഒരു വലിയ ഒരു സാക്ഷ്യമാണ്. ഓരോ പ്രാവശ്യവും ചൊവ്വാഴ്ചത്തെ ആരാധനയുടെ സമയത്തും അച്ഛൻ്റെ പല ടോക്കുകളുടെ സമയത്തുമുള്ള രോഗസൗഖ്യങ്ങൾ, ഓരോ പ്രാവശ്യവും ഹോസ്പിറ്റലിൽ പോയ കഥയല്ല പറയണത്. പക്ഷെങ്കിൽ ഓരോ ആഴ്ചയിലും ജോസഫ് അച്ഛൻ എന്തൊക്കെയോ പറഞ്ഞ് അതെല്ലാം ഈ മകളുടെ രോഗസൗഖ്യത്തിനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരുന്നപ്പോഴെല്ലാം ആ സൗഖ്യത്തിൻ്റെ ഒരു വലിയ ഒരു സാക്ഷ്യമാണ്.
പല പ്രാവശ്യവും ഓരോ പ്രാവശ്യവും മകൾ റിപ്പീറ്റഡായിട്ട് പറഞ്ഞത്, ഓരോ ചൊവ്വാഴ്ചയും അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, വേദന ഉള്ള സ്ഥലത്ത് കൈവച്ച് പ്രാർത്ഥിച്ചപ്പോഴും ഉടമ്പടി വസ്തുക്കളായ ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും ഉപയോഗിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചപ്പോഴാണ് ഈ മകൾക്ക് രോഗസൗഖ്യമുണ്ടായത്. അതും വർഷങ്ങളായ രോഗസൗഖ്യങ്ങൾ. 20 വർഷത്തിലധികമായി ഉണ്ടായിരുന്ന അലർജിയാണ്. 12 വർഷമായിട്ട് ഉപയോഗിക്കുന്ന ഇൻഹേലറാണ്. ഇതെല്ലാം മാറ്റിവെച്ച് ഉടമ്പടി ജീവിതത്തിൽ വന്നതിൽ പിന്നെ ഇതിൻ്റെ ഒന്നും ആവശ്യമായിട്ട് വന്നില്ല. ഈശോയെ കൊടുത്ത ആ അനുഗ്രഹമാണ് രോഗസൗഖ്യം. ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് ചൊവ്വാഴ്ച ധ്യാനം കൂടി അച്ഛൻ്റെ ഓരോ വചനങ്ങളും കേട്ട് പ്രാർത്ഥിച്ച് വിശ്വസിച്ച് പ്രാർത്ഥിച്ചതുകൊണ്ടാണ് ഈ മകളുടെ ജീവിതത്തിൽ ഇത്രയും വലിയ രോഗസൗഖ്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് നമ്മുടെ മുൻപിൽ സാക്ഷ്യപ്പെടുത്താൻ സാധിച്ചത്. ഓരോ ചൊവ്വാഴ്ചകളിലും ഈ മകൾ വിശ്വാസത്തോടെ കാത്തിരുന്നു അച്ഛൻ്റെ ടോക്ക് കേൾക്കാനായിട്ട്. ഉടമ്പടിയിൽ ഓരോ പ്രാർത്ഥനകളും ചെല്ലുമ്പോഴൊക്കെ ഈ മകൾ പറഞ്ഞിരുന്നത് കൃപാസനത്തിലെ ഓരോ സാക്ഷ്യങ്ങൾ കേൾക്കുമായിരുന്നു. അങ്ങനെയാണ് ഈശോയുടെയും അമ്മയുടെയും സാന്നിധ്യം എപ്പോഴും ഈ മകളുടെ ജീവിതത്തിലും അടുത്തറിയാൻ സാധിച്ചു. പല കാര്യങ്ങളും പല പ്രാവശ്യവും ഈശോയും അമ്മയും വെളിപ്പെടുത്തി കൊടുക്കുകയായിരുന്നു ഈ മകൾക്ക്. നമ്മളുടെ ജീവിതത്തിലും ഈശോയും അമ്മയും നമ്മുടെ കൂടെയുണ്ടെന്ന് നമുക്കും വിശ്വസിക്കാം. ഈശോയോടും അമ്മയോടും ചേർന്ന് നമ്മൾക്ക് നിൽക്കാം. കൃപാസനം അമ്മയിലൂടെ നമുക്കും ദൈവത്തെ വിളിക്കാം. കഷ്ടത തരണം ചെയ്യാൻ സഹിക്കുവാനുള്ള ശക്തിയും ദൈവ സാന്നിധ്യത്തിൻ്റെ ഉറപ്പും അമ്മ നമ്മൾക്ക് നൽകട്ടെ എന്ന് നമുക്കും വിശ്വസിക്കാം. കഷ്ടതയിലൂടെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരമ്മയാണ് പരിശുദ്ധ അമ്മ. കുരിശിൻ്റെ താഴെ നിന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച അമ്മയാണ് നമ്മുടെ കൂടെയുള്ളത്. ഉടമ്പടി ജീവിതത്തിൽ നമുക്ക് ഈശോയുടെ അമ്മയുടെ ചേർന്ന് നിന്ന് ഉടമ്പടി ജീവിതം വിശ്വസ്തയോടെ കൂടുതൽ തീഷ്ണതയോടെ ഈശോയും അമ്മയെ സ്നേഹിച്ച് മുന്നോട്ട് നയിക്കാം. വിജയമയ്ക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി.